ആമിർ ഹുസൈൻ ചെമ്മാട്ടുകാരനാണ്. ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഒരു അപേക്ഷയാണ്. ഇപ്പോ ഈ പരിപാടി ഇങ്ങനെ നടക്കുമ്പോ ഇത് വീണ്ടും വീണ്ടും കാണാനും ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന നമ്മൾ മറുപടി കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു വീഡിയോ ആയിട്ട് ഇത് പിടിക്കാനുള്ള ഒരു അവസരം തരണം. സഹോദരന്റെ ആവശ്യം ഇവിടെ പൂർണ്ണമായി പാലിക്കപ്പെടാൻ വേണ്ടി വളരെ വ്യവസ്ഥാപിതമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് ബൈലസ് വഴിയും വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. അൽഹംദുലില്ലാഹ്. പോസ്റ്റർ കണ്ടത് പ്രാർത്ഥന ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം എന്നൊരു പോസ്റ്ററാണ് കണ്ടത്. ഈ വിഷയ സംബന്ധിയായിട്ട് ചിന്തിച്ചപ്പോ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കാണ് എന്നാണ് മുജാഹിദ് വാദം. സുന്നികളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കല്ല എന്നാണ് വാദം. അത് തൗഹീദിന്റെ പരിധിയിൽ തന്നെ പെടുന്നതാണ് എന്നാണ് വാദം. ഇപ്പോൾ വാദത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ഇസ്തിഗാസ ഷിർക്കിൽ പെടുന്നതാണ്, അല്ല തൗഹീദിന്റെ പരിധിയിൽ പെടുന്നതാണ് എന്നതാണ് വിഷയം. ഇത് സംബന്ധമായി ചോദിക്കാനുള്ളത്, തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ അതിനെ വ്യത്യാസപ്പെടുത്തുന്ന മാനദണ്ഡം എന്താണ്? വളരെ കൃത്യമാണ് ചോദ്യം. ഷിർക്കിനെയും തൗഹീദിനെയും ഇടയിൽ മാറ്റം വരുത്തുന്ന മാനദണ്ഡം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അല്ലെങ്കിൽ അധീനം എന്നതാണോ ഷിർക്ക് തൗഹീദിന്റെ ഇടയിൽ ഷിർക്ക് തൗഹീദിന്റെ ഇടയിൽ വിഭജനം വരുത്തുന്ന മാനദണ്ഡം? എങ്കിൽ അതിനുള്ള പ്രാമാണികമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കണം. മറ്റെന്തെങ്കിലും ചോദ്യം മനസ്സിലായി. ഉത്തരവും അമീറിന് അറിയാം. ഏതായാലും ആദ്യമായിട്ടല്ല മുഖാമുഖത്തിന് വരുന്നത്. ഏതായിരുന്നാലും ചോദ്യം മൂപ്പർ ചോദിച്ചു, ഞാൻ എന്ത് ഉത്തരം പറയണമെന്നും അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചു. ആ ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെയും കൂടി പറയണം എന്നാണ് എന്റെ കൂടെ പറയാനുള്ളത്. ഏതായിരുന്നാലും ഇതിന് മുമ്പും മുഖാമുഖങ്ങളിൽ അമീർ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, കഴിഞ്ഞൊരു പരിസര പ്രദേശത്തെ മുഖാമുഖത്തിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം ഈ വിഷയം തന്നെ ചോദിച്ച CD അമീറിന്റെ കയ്യിലുണ്ടാകും. മാതാംകുളം മുഖാമുഖം. അപ്പൊ മാതാംകുളത്തുള്ള മുഖാമുഖത്തില് 1 മണിക്കൂർ സമയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണെന്ന് അറിയില്ല, അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു അവസരം വേണം എന്ന് പറഞ്ഞത് ഇനിയിപ്പോ കയറി വന്നപ്പോ ഈ ക്യാമറ ഒക്കെ കാണാതിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ആ ശൈലികൾ നല്ലതല്ല അമീർ. ഏതായാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പഠിക്കുമ്പോ ആ ശൈലി നല്ലതല്ല. ഞാൻ പലപ്പോഴും ഇല്ല, നേരിട്ട് കണ്ടപ്പോഴും അമീറിനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ശൈലി ഒഴിവാക്കി കുറച്ചും കൂടി നല്ലൊരു ശൈലിക്ക് നീങ്ങാണ് നല്ലത് എന്ന് നേക്കുന്നവരെ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ വേദന ഉണ്ട്. ഏതായിരുന്നാലും പ്രാർത്ഥന ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം, ഇതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചത്. ഇവിടെയും വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥന ഇസ്തിഗാസ റഹ്മാനായ റബ്ബിനോടാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും നിർവഹിച്ചത്. ആ അമ്പിയായിൽ നിന്ന് മതം പഠിച്ചവരും നിർവഹിച്ചത് അങ്ങനെ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഒരു മാനദണ്ഡവും ഇല്ലെങ്കിൽ പോലും അമ്പിയാക്കള് അള്ളാഹുവിനോട് മാത്രം നിർവഹിച്ച, റബ്ബിനോട് മാത്രം നിർവഹിച്ച ഒരു ഇസ്തിഗാസയും ഒരു പ്രാർത്ഥനയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് മാനദണ്ഡം എന്താണ്, നിർവചനം എന്താണ്, അതിന് വ്യാഖ്യാനം എന്താണ് എന്നൊക്കെയുള്ള തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങളെപ്പോലുള്ള പഠിച്ചു വരുന്ന മുസ്ലിയാരുട്ടികളെ വിളിച്ചിട്ട് മുസ്ലിയാർ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണ്, അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് അറിയാത്തവരല്ലല്ലോ അമീറാണെങ്കിലും ഈ തൊട്ടു പിന്നിരിക്കുന്ന മറ്റു മുസ്ലിയാരുട്ടികളാണെങ്കിലും. ഏത് മൂലമാരെ വിളിച്ചിട്ട് ആര് നമ്മോടൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇക്കാലം വരെ അല്ല നിങ്ങളിപ്പോ ഏത് പ്രാർത്ഥന ഉദ്ദേശിച്ചത്, എന്താ ഇതിന്റെ മാനദണ്ഡം, ഏത് മാനദണ്ഡത്തിൽപ്പെട്ട പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കേണ്ടത്, പല സൈസ് പ്രാർത്ഥന ഉണ്ട്, ഏതാ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഇക്കാലം വരെ ഒരു മുസ്ലിയാരും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദീങ്ങൾ ഒരു വേദി വെക്കുമ്പോ
ഒരു മുഖാമുഖം സംഘടിപ്പിക്കുമ്പോ അതേപോലെ സംവാദം ഉണ്ടാകുമ്പോ അവിടെയാണ് ദുആ എന്താ തിരിഞ്ഞിട്ടില്ല, പ്രാർത്ഥന എന്താ തിരിഞ്ഞിട്ടില്ല, ഇസ്തിഗാസ എന്താ മനസ്സിലായിട്ടില്ല എന്ന് പല വാക്യമൊക്കെ കിടന്ന് കെട്ടിത്തിരിഞ്ഞിട്ട് സമയം തീർക്കാനുള്ള ശ്രമങ്ങൾ. അപ്പൊ അതുകൊണ്ട് മുസ്ലിം സമുദായം, വിശിഷ്യ മുസ്ലിമീങ്ങളെ സാധാരണക്കാര് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ അവർ മനസ്സിലാക്കിയത് ആ പ്രാർത്ഥന. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രാർത്ഥനയാണോ നമ്മളെല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രാർത്ഥന, ആ ഒരു തേട്ടം, ആ ഒരു ഇസ്തിഗാസ, അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആകാവൂ എന്നാണ് ഈ ഹെഡിങ്ങിന്റെ ഉദ്ദേശം. അതിന് എന്തുമാണെന്നുണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല, എന്തുമാണെന്നുണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. സാധാരണഗതിയിൽ മുസ്ലിമീങ്ങള് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഏത് ജാതി മത വ്യത്യാസമല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനോടും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കൊക്കെ മനസ്സിലാണ് സംഗതിയാണ്. ആ ഒരു പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് കഞ്ഞി വയ്ക്കുന്നില്ലേ, ഡോക്ടറെ പോയി ഡോക്ടറെ രോഗമാണ്, ഞാൻ രോഗിയാണ്, പ്രയാസത്തിലാണ്, എനിക്ക് സുഖം കിട്ടണം എന്ന് പറയുന്നില്ലേ, ഇതൊക്കെ ശിർക്കാണോ, ഇതൊക്കെ പാടില്ലാത്തതാണോ എന്നുള്ള തലങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. അതിനാണോ കാര്യകാരണ ബന്ധം, അതിനപ്പുറം അതിനിപ്പുറമൊക്കെയുള്ള ചോദ്യത്തിൽ തന്നെ എടുത്തിട്ടത്. അതൊക്കെ ഏകദേശം നമുക്കറിയാതെ എങ്ങോട്ടാ പോക്ക് എന്നുള്ളത്. അപ്പൊ ആ ശൈലി ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ കൂടിയ മുഴുവൻ മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ മനസ്സിലാക്കിയത് ആ പ്രാർത്ഥന അള്ളാഹിനോടെ പറ്റുള്ളൂ. അത് റബ്ബല്ലാത്തവർക്ക് പോകുന്നുണ്ടോ സമൂഹത്തിൽ നിന്ന്? തീർച്ചയായും ഉണ്ട്. ആ ഒരു പ്രാർത്ഥന റബ്ബല്ലാത്തവരേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായും പോകുന്നുണ്ട്. അത് ശരിയല്ല, അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ് എന്നതാണ് പ്രമാണം പരിചയപ്പെടുത്തുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തിൽ നിന്ന് റബ്ബല്ലാത്തവരേക്ക് പോകുന്ന അത്തരം തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അഥവാ റഹ്മാനായ റബ്ബിനു മാത്രം സാധിക്കുന്ന മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് മുൻഗാമികളും ആധുനികരുമായ പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ച റഹ്മാനായ റബ്ബിനു മാത്രം കഴിയുന്ന, റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കൊടുത്ത കഴിവോ കൊടുക്കാത്ത കഴിവോ എന്തു ന്യായം പറഞ്ഞാലും ശരി, അത്തരം വിഷയങ്ങൾ റബ്ബല്ലാത്തവരിലേക്ക് തേട്ടങ്ങൾ പോകുന്നു, റബ്ബല്ലാത്തവരിലേക്ക് അത് ചേർത്തിപ്പറയുന്നു. ഉദാഹരണമായി മഴ വർഷിപ്പിക്കുന്നവൻ ആര് എന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും, ജാതി മതമൊന്നും വ്യത്യാസമല്ല, എല്ലാ മനുഷ്യന്മാരും പറയും എന്താ സംശയമുള്ളത്, ഹിന്ദുക്കളാണ് ഈ പറയും, അത് പഠിച്ചമ്പുരാൻ തന്നെ, ദൈവം തമ്പുരാൻ തന്നെ. നമ്മൾ പറയും റഹ്മാനായ റബ്ബാണ്. ആർക്കാ തർക്കമുള്ളത്? മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹ്. എന്നാൽ കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ തമിഴ്നാട്ടിലെ കീഴക്കര സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിലി രചിച്ച കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ പഠിപ്പിച്ചെന്താ? യാ കുതുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ യാ കുതുബ അഹ്ലി സമാ വൽ അർളി, ആകാശഭൂമികളുടെ ആളുകളുടെ കേന്ദ്രബിന്ദുവായവരെ, അതേപോലെ അവിടെ സഹായിയുമായവരെ, അതോടൊപ്പം അവർക്ക് യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ, അവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴിക്കുന്ന മഹാനെ എന്നാണ് പറഞ്ഞൊരു പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തന്നെ തന്റെ കുതുബിയത്ത് പരിഭാഷയിൽ 12-ാമത്തെ പേജിൽ ഈ വരിക്ക് അർത്ഥം എഴുതി വെച്ചത്. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ഇത് ശൈഖിനെ പറ്റി പറഞ്ഞുകൂടാ, ഈ അർത്ഥത്തിൽ ശൈഖിനെ മനസ്സിലാക്കിക്കൂടാ, ഇതിനു വേണ്ടി ശൈഖിനോട് തേടിക്കൂടാ. അങ്ങനെ തേടിയാൽ, അങ്ങനെ വിശ്വസിച്ചാൽ ശൈഖിനെ റബ്ബിനോട് തുല്യപ്പെടുത്തലായി. ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് കുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ പറഞ്ഞൊരു പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ ആ വിശ്വാസം അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല, അത് ശിർക്കാണ്. അത് റബ്ബിന്റെ സവിശേഷത ശൈഖിന് വകച്ചു കൊടുക്കലാണ്. ആ തരത്തിലൊരാൾ മുഹീദ്ദീൻ ശൈഖെ മഴ വർഷിപ്പിക്കണേ, മൊയ്തീൻ ശൈഖെ ഞങ്ങൾക്ക് മഴ നൽകണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അത് ശൈഖുള്ള പ്രാർത്ഥനയാണ്.
അതിന് എന്തു മാനദണ്ഡം ഒരാൾ പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതകാലത്താണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ദ്വാരിക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ അത് വിഷയം വേറെ. നേരെ മറിച്ച് മുഹീദ്ദീൻ ശൈഖ് നിങ്ങൾ മഴ വർഷിപ്പിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ കുതുബിയത്തിൽ പറഞ്ഞ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ, അത് കേട്ട് വായിച്ചു പഠിച്ച് അത് വിശ്വസിച്ച ഒരാള് മഴയില്ലാതെ ബുദ്ധിമുട്ടായപ്പോ മൊയ്തീൻ ശൈഖ് നിങ്ങളാണല്ലോ മഴ വർഷിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മഴ നൽകണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അത് ശൈഖിനുള്ള ഇസ്തിഗാസയാണ്, അത് ശൈഖിനുള്ള പ്രാർത്ഥനയാണ്, അത് ശൈഖിനെ ആരാധിക്കലാണ്, അത് റഹ്മാനായ റബ്ബിൽ മഹാനായ മൊയ്തീൻ ശൈഖിനെ പങ്കുചേർക്കലാണ്. ഇതേ ഞങ്ങൾ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്താ മനസ്സിലായില്ല, ഇസ്തിഗാസ എന്താ മനസ്സിലായില്ല, കാര്യകാലം എന്താ മനസ്സിലായില്ല, മാനദണ്ഡം തിരിഞ്ഞില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ചെമ്മാട്ടിന്ന് വണ്ടി കയറേണ്ട ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അമീറിന് പറയാം എന്ന് സൂചിപ്പിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈറ. കാരണം ഒരു മുൻപരിചയം ഇല്ലാത്ത ആളെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ ചോദിക്കാനുള്ളത്, ചോദിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമുള്ളത് അത് ചോദിക്കുന്നത് ഷിർക്കാണ്, അല്ലാത്തത് ചോദിക്കുന്നത് ഷിർക്കല്ല എന്നൊരു മുജാഹിദ് വാദമുണ്ട്. അങ്ങനെയാണ് പുസ്തകത്തിൽ നിന്ന് വായിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പ്രാമാണികമായിട്ടുള്ള വല്ല എന്തെങ്കിലും തെളിയിക്കാൻ കഴിയോ? അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇത്ര ഒന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല. ശരി ശരി, നിങ്ങൾ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിച്ചതുമല്ല. ഞാൻ മറ്റേ പറഞ്ഞാൽ രണ്ടാമത് ചോദിക്കാൻ വിചാരിച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. എനിക്കറിയാം അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതാ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പൊ നിങ്ങളാ ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? പ്രാർത്ഥന ഇസ്തിഗാസ, അത് പ്രാർത്ഥനകൾ വല്ലതും ഒഴിവാക്കി നിങ്ങൾ ഇസ്തിഗാസ എടുത്തു. ഈ ഇസ്തിഗാസ ശിർക്കാകുന്നത് എപ്പോഴും മാനദണ്ഡം എന്താണോ നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് ഉത്തരം കാര്യകാലത്തിന് അപ്പുറം ആണെങ്കിൽ തെളിവെന്താ. അതുകൊണ്ട് ഞാൻ നമുക്ക് പോകാതെ തന്നെ അമീർ നമ്മളെ പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ബാക്കി എല്ലാവരും പരിചയപ്പെടും വേണം, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ അതുകൊണ്ട് വലുതായിക്കോട്ടെ. ചിലർക്ക് അങ്ങനെ ബുദ്ധി ഉണ്ടാവും, എവിടെയും പോയി ചോദ്യം ചോദിച്ചിട്ടൊക്കെ ഒന്ന് വലുതായി കിട്ടുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലും നല്ല കാര്യം തന്നെ. അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം അതല്ല, ചോദിച്ചതിനാണ് കൃത്യമായി പറഞ്ഞത്. ഈ ലോക മുസ്ലിമീങ്ങൾ അഖിലവും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പച്ച മലയാളത്തിലാണല്ലോ. ഇപ്പൊ ഇസ്തിഗാസ എന്നുള്ള വാക്ക് അറബിലാണ് കേൾക്കാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യപ്പെടുക എന്നാണ് നേരെ വാക്കർത്ഥം. സഹായം ആവശ്യപ്പെടുക. എന്നാ എല്ലാ സഹായം ആവശ്യപ്പെടലും അള്ളാഹുവോട് മാത്രമാണോ? ആണ് എന്ന് ലോകത്തൊരാളും പറയില്ല, പറഞ്ഞിട്ടില്ല. ഒരാളും പറയില്ല, ഉറപ്പാണ്. കാരണം 10 രൂപ വായ്പ തരോ, സഹായം ചോദിക്കലാണ്. ഭാര്യയോട് കഞ്ഞി ചോദിക്കുന്നു, സഹായം ചോദിക്കലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞത്, ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും റഹ്മാനായ റബ്ബിനോട് മാത്രം നിർവഹിച്ച ഒരു സഹായാർത്ഥനയുണ്ട്, ഒരു ഇസ്തിഗാസയുണ്ട്. അതിനെയാണ് ദുആ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിമാരും നിർവഹിച്ച ഒരു ദുആ ഇസ്തിഗാസ എന്ന പേരിൽ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. സൂറത്ത് അംഫാലിലാണ് ആ ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, പ്രവാചകരെ നിങ്ങൾ ബദർ യുദ്ധത്തിന്റെ വേളയിൽ റഹ്മാനായ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യുന്ന ആ സന്ദർഭം, ആ ഇസ്തിഗാസ അത് റബ്ബിനോട് നിർവഹിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിമാരും ബദർ യുദ്ധവേളയിൽ റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഒരു ഇസ്തിഗാസയുണ്ട്. അതേതാ? അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഗമങ്ങൾ നശിച്ചാൽ പിന്നീട് ഭൂമിയിൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല റബ്ബേ. അതിനാൽ വാഗ്ദാനം ചെയ്ത സഹായം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ എന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്തിഗാസ എന്നാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ആ ഇസ്തിഗാസ ഏതാ? ഈ പറയപ്പെട്ട പ്രാർത്ഥന ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രം. ആ ഇസ്തിഗാസ അല്ലാഹുവിനോടേ പാടുള്ളൂ. അതാ ഞങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് നബിയും കൂടെയുള്ള ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായി മാറിയ സ്വഹാബിമാരും ബദർ യുദ്ധത്തിന്റെ അന്നും തലേ ദിവസമൊക്കെയായി സുജൂദിൽ കിടന്നും അല്ലാതെയുമൊക്കെ കരഞ്ഞു റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ആ ഒരു ഇസ്തിഗാസ,
ഇത് തസ്തഗീസൂന റബ്ബക്കും. ആ ഇസ്തിഗാസ അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അത് മുഹമ്മദ് നബിയോടും പറ്റൂല. പറ്റുമായിരുന്നുവെങ്കിൽ ബദറിലേക്ക് പോകുന്ന ബദരീങ്ങൾ അവരെ നേതാവായ മുഹമ്മദ് നബിയോട് ആ ഇസ്തിഗാസ ചെയ്യുമായിരുന്നു. ചെയ്തിട്ടില്ല. ബദരീങ്ങൾ രണ്ടാമത്തെ നേതാവ് സിദ്ദീഖുൽ അക്ബർ ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തോട് മറ്റു സഹാബിമാർ ആ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. കാരണം ആ ഇസ്തിഗാസ ആരോടാ? ഇത് തസ്തഗീസുന റബ്ബക്കും, റബ്ബിനോട് നിർവഹിക്കേണ്ട ഇസ്തിഗാസയാണ്. എന്നാൽ അതേ പ്രവാചകരും അതേ സ്വഹാബിമാരും മറ്റ് പലരുടെയും പലതരം സഹായങ്ങൾ ബദറിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്, പിരിവ് വാങ്ങിയിട്ടുണ്ട്, ആളുകൾ സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സഹായം ആവശ്യപ്പെട്ടതും സ്വീകരിച്ചും തന്നെയാണ്. അത് റബ്ബിനോട് നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ആ സഹായാർത്ഥനയാണ് പരസ്പരമുള്ള സഹായാർത്ഥനകൾ. അതും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു. മൂസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും പരസ്പരം ഏറ്റുമുട്ടുന്നു. ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി, അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആള് അദ്ദേഹത്തോട് ഇസ്തിഗാസ ചെയ്തു. അലല്ലദീ മിൻ അദുവ്വിഹി, തന്റെ ശത്രുവിനെതിരായിട്ട്. രണ്ടാൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോഴാ തന്റെ കുടുംബക്കാരനായ മൂസാ നബി നടന്നു പോകുന്നു. ദാ ഇയാൾ എന്നെ തോൽപ്പിക്കുകയാണ്, എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഫബകസഹു മൂസാ, മൂസാ നബി ചെന്നു ഒരു ഇടി കൊടുത്തു. ഫഖളാ അലൈഹി, അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. ആ ഇസ്തിഗാസ അല്ലാഹുവോട് പറ്റൂല. ആ ഇസ്തിഗാസ പരസ്പരം നിർവഹിക്കേണ്ടതാണ്. അവിടെ ഒരു പക്ഷെ ജാതിയും അതൊന്നും വ്യത്യാസമില്ല. അത് മുസ്ലിമിനോടുമാകാം അമുസ്ലിമിനോടുമാകാം ഏത് വ്യക്തിയോടുമാകാം. ഹറാമല്ലാത്ത വിഷയങ്ങളിൽ, ഹറാമല്ലാത്ത നിലകളിൽ, അത് അനുവദിക്കപ്പെട്ട വഴികളിൽ ആരോടുമാകാം. എന്നാൽ ഇത് തസ്തഗീസുന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്ന ഇസ്തിഗാസ അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് പ്രാർത്ഥന ഇസ്തിഗാസ, അള്ളാഹിനോട് മാത്രം എന്ന് മുജാഹിദുകൾ പറഞ്ഞത്. അതിന് മലയാളത്തിൽ എന്ത് ന്യായം പറഞ്ഞാലും എന്ത് വിശദീകരണം കൊടുത്താലും പല പുസ്തകത്തിന് പല വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പലർക്കും മനസ്സിലാവില്ല, പല രൂപത്തിലാണ്. അതുകൊണ്ട് അത് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്രേ വാദമുള്ളൂ. അതല്ല ആ ഇസ്തിഗാസ അള്ളാഹിനോടെ പറ്റുള്ളൂ എന്നാണോ? എന്നാ പിന്നെ അമീറും മുജാഹിദായി, വേറെ തർക്കമൊന്നുമില്ല. ആ ഇസ്തിഗാസ, ആ പ്രാർത്ഥന അത് റബ്ബിനോടെ പറ്റുള്ളൂ, ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണെങ്കിൽ അതിന്റെ പേരാ മുജാഹിദ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവ്യക്തത ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേറെ ന്യായമായ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ഫൈസൽ മുസ്ലിയാരെ, നമ്മൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതാണോ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം? ഇതിനെ കൃത്യമായിട്ട് പ്രാമാണികമായി തെളിയിക്കാമോ ചോദിച്ചിട്ടുള്ളൂ. അതിന് രണ്ടാളും അംഗീകരിക്കണ കുറെ തെളിവുകൾ ഉദ്ധരിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള വിശദീകരണം നൽകിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് പ്രാമാണികമായ പണ്ഡിതന്മാർ ഇതിനെ ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമുള്ളത് തൗഹീദിന്റെ പരിധിയിൽപ്പെടും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് ഷിർക്കിന്റെ പരിധിയിൽപ്പെടും എന്നൊരു വിശദീകരണം ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ നടത്തിയിട്ടുണ്ടോ? പ്രാമാണികമായി തെളിയിക്കാമോ? ഇതേ ചോദിച്ചിട്ടുള്ളൂ. ഇത്ര വയലറേണ്ട ആവശ്യം. വയല് കുറച്ച് പറയാം. ഏതായാലും 10 പെർമിഷൻ എടുത്തല്ലേ, അപ്പൊ കുറച്ച് വയല് പറയേണ്ടി വരും. കാരണം ഉറങ്ങുന്നവന് ഉണരും, ഉറക്കം നടക്കുന്ന ഉണരില്ല. അപ്പൊ ഓനെ വിളിക്കണ നേരം കൊണ്ട് ഉറങ്ങുന്നവനെ വിളിക്കാനാണ് ഞങ്ങൾ നോക്കല്. അതുകൊണ്ടാണ്. അപ്പൊ ആ വഴുത് നല്ലതാ. അതിന് കേൾക്കുമ്പോൾ ഇടങ്ങാറുണ്ടെങ്കിൽ നിവൃത്തില്ല, അത് അസുഖം വേറെ. അപ്പൊ ഏതായിരുന്നാലും രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കുറെ വിഷയം പറഞ്ഞു പോന്നാ. അൽഹംദുലില്ലാഹ് ഖൈറ്. അപ്പൊ ഈ പറഞ്ഞ പ്രാർത്ഥന, ഈ പറഞ്ഞ ഇസ്തിഗാസ അത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തതൊക്കെ പോയാൽ ശിർക്കാണ് എന്ന് അമ്മ അംഗീകരിക്കുന്നുണ്ടോ? അത് ആദ്യം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹാഷിം നഈമി എന്ന് പറയുന്ന സമസ്തയുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ, സുന്നി ആദർശ രംഗത്ത് പല രചനകൾ നിർവഹിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതാ എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്, വേറെ ഇബ്ലീസും അല്ല, സാക്ഷാൽ ഇബ്ലീസ്. അപ്പൊ സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി.
ഞങ്ങൾ പറയണത് ഇതാണ് ഇബ്ലീസിന്റെ പ്രമേയം എന്നാണ്. ഇപ്പൊ അമീർ മുസ്ലിയാർ എന്താ രണ്ടൂട്ടും തർക്കമില്ലാത്ത കുറെ പറഞ്ഞതാ തർക്കണ്ട് മുസ്ലിയാരെ. അല്ല ഇത് ഇബ്ലീസിന്റെ ആണോ? നിങ്ങൾ പറഞ്ഞോളി. ഈ എഴുതിയ മുസ്ലിയാരിത് ഈ ആശയം ഇബ്ലീസിന്റെ ആശയം തന്നെയാണ്. കാര്യകാലം എന്നൊക്കെ തെളിയിച്ചാ നിങ്ങൾ വന്നീനൊരു കാര്യകാലം വന്നിട്ടുണ്ട്, അത് തെളിഞ്ഞാൽ മറ്റൊരു ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിയാർ എഴുതിയത് ഇബ്ലീസിന്റെ ആശയാണോ? നിങ്ങൾ തുറന്ന് പറഞ്ഞോളി. അൽഹംദുലില്ലാ ഖൈർ, അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ദാൽഹുദ്ദീനെ പുറത്താക്കാൻ നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പച്ചയായി എഴുതിയിരിക്കുക എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പൊ ഇബ്ലീസിന്റെ വാദം എന്താ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള അമ്പിയാക്കളെ വാദം എന്താ? അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുക, അല്ലാത്തവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഇബ്ലീസിന്റെ വാദം. എന്താ ഇയാൾ എഴുതിയതാണ് ഇബ്ലീസിന്റെ വാദം. യഥാർത്ഥത്തില് അമ്പിയാക്കളുടെ വാദമാണ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുന്നു, ഇന്നമാ അദ്ഉ റബ്ബി, പ്രവാചകൻ താങ്കൾ പറയണം, താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, സൂറത്തുൽ ജിന്നിൽ തന്നെ അന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഈ ആയത്തൊക്കെ ഇബ്ലീസിന്റെ ആയത്താ? ഈ ആയത്തൊക്കെ ഇബ്ലീസിന്റെ ആയത്താ? അത് ആയത്തിന് അർത്ഥം അങ്ങനെ അല്ലേ? അവൻ അത് പറയണം. തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യരുത്, ഒരാളും പ്രാർത്ഥിക്കരുത്. അപ്പൊ മുജാഹിദീങ്ങൾ പറഞ്ഞു പള്ളിക്കൽ വെച്ച് കുത്തുബിയത്ത് പാടില്ല, പള്ളിയിൽ വെച്ച് മങ്ങൂസ് മൗലിദ് പാടില്ല, ശറഫ് അനാമ പാടില്ല, ആ വക ഏർപ്പാടുകളൊന്നും പള്ളിയിൽ പാടില്ല, പുറത്തും പാടില്ല. കാരണം പള്ളി അള്ളാഹുവിന്റേത്, അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാവൂ. ഇത് പാടില്ല എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ എന്താക്കിയത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാക്കി മാറ്റി. അപ്പൊ ഇതിൽ തർക്കമുണ്ട്, ഇതിൽ തന്നെയാണ് തർക്കം, ഇതിൽ തന്നെയാണ് തർക്കം. ഒരു കൂട്ടർ എഴുതുന്നു അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ ആശയം. അതല്ല, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം തർക്കമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് ഈ മുഖാമുഖത്തിന്? വേണ്ട, സുന്യാൾ എവിടെയെങ്കിലും ഇക്കാലം വരെ ഏതെങ്കിലും വഴുതിനോ മുഖാമുഖത്തിനോ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം? എവിടെയെങ്കിലും കാണിക്കും? ഒരൊറ്റ CD, 10,000-കണക്കായ CD സുന്നിയിൽ AP അടക്കം ഒരുപാട് മൂല്യമായിട്ടുണ്ട്. ഏതെങ്കിലും മുസ്ലിയാർ ഒരു CD പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഒരു CD കാണിച്ചു തരാൻ പറ്റും? ഒരു ലേഖനം എവിടെയും കാണിച്ചു തരാൻ പറ്റും? എവിടെങ്കിലും ഒരു വഅലിന് ഒരു നോട്ടീസിന് വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എഴുതി കാണിച്ചു തരാൻ പറ്റുമോ? ആ വിഷയം കണ്ട അപ്പ മനസ്സിലാക്കുക അത് വഹാബികളുടെ വഅലാണ്. അപ്പൊ അതിൽ തന്നെയാണ് തർക്കമുള്ളത് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഇത് ഇല്ലാന്ന് പറയുന്നുവെങ്കിൽ, ഇത് അവസാനിപ്പിക്കുന്നുവെങ്കിൽ, ഇത് ശരിയല്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം, രണ്ടാമത്തെ വഴിയിലേക്ക് ആലോചിക്കാം. മാത്രവുമല്ല, ഈ ഇരിക്കുന്ന മുസ്ലിയാരുടെ തന്നെ നേതാക്കന്മാരായി കൊണ്ടെടുക്കുന്ന ആളുകളുമായി കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് ഞങ്ങൾ വാദപ്രചാരണം നടത്തി. ഇരിക്കുന്ന താജുദ്ദീൻ സ്വലാഹിയും ഞാനും ഒക്കെ അതിൽ പങ്കെടുത്തവരാണ്. അന്ന് വാദപ്രചാരണം നടത്തിയപ്പോ അവിടെ നിങ്ങളെ ഉസ്താദുമാരായി നിങ്ങൾ പരിചയപ്പെടുത്തുന്ന MT ദാരിമിയോട് ഈ ഉള്ളവൻ ചോദിച്ചൊരു ചോദ്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ എന്താ അതിന്റെ വിധി? ശിർക്കാവോന്ന. എന്താ ഉത്തരം? നിങ്ങളൊന്ന് കേൾക്കാവൂ. തന്നെ ആലോചിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ വഴല് വെറുതെ ആണോ? തർക്കണ്ടോ? തർക്കല്ലേ? ഈ ക്ലിപ്പങ്ങളൊന്ന് കേൾക്കി, അപ്പൊ മനസ്സിലാവും എന്താണ് അവർ കൊണ്ടുകൊടുക്കുന്ന വിശ്വാസം. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്?
അവിടെ എന്താണ് ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കണ്ടോ, ആവർത്തിച്ച് പറഞ്ഞു. ഒരു അബദ്ധം പോലുമല്ല, ഒരു അബദ്ധം പോലുമല്ല. എന്താ ചോദിച്ചത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇത് മുഹ്യിദ്ദീൻ ശൈഖോട് തേടിയാൽ എന്താ വിധീന? കേട്ടല്ലോ, നിങ്ങൾ ഒന്നും വിട്ടുകൊടുക്കി, കേട്ടിട്ടില്ല, ഒന്നും കൂടി ഇട്ടുകൊടുക്കി, എന്നിട്ട് ആലോചിക്ക് തർക്കം എവിടെ എന്നുള്ളത്. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹ്യിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ് ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കണ്ടോ, ശിർക്കല്ല, ആവർത്തിച്ച് വ്യക്താക്കി. സാധാരണക്കാര് ചിന്തിക്ക് ഇത് അംഗീകരിക്കാൻ ഏത് സുന്നിക്കാ കഴിയാം? മോലേമാർ അംഗീകരിക്കാൻ എന്താ ഓർക്കൽ അംഗീകരിക്കാൻ ഞാൻ സംഗതി പൂട്ടിച്ചു പോകേണ്ടി വരും. നാടന്മാരാലോചിക്ക്, ഇപ്പൊ പള്ളിയിൽ പോയി ശാസ്കരിച്ചപ്പോ പോലും 4 റക്അത്തിൽ പറഞ്ഞല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇത് മുഹ്യിദ്ദീൻ ശൈഖോട് പറഞ്ഞ ശിർക്കല്ല. ഇത് സ്ഥാപിക്കാനാ ഈ കാര്യകാര ബന്ധവും അതിനപ്പുറം നിർവചനവും എല്ലാം നമുക്ക് അടിച്ചു തൂങ്ങിയിട്ട് ആളുകൾക്ക് എങ്ങനെ ഇത് ക്ലിയർ ആവാതെ പോകണം. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യകാര ബന്ധം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, വിശ്വാസത്തിലും പറഞ്ഞിട്ടില്ല, എന്റെ സംസാരത്തിലും പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല, അതൊട്ട് പറയാൻ പോണില്ല. നേരെ മറിച്ച് ഈ ഒരു തേട്ടം ഇപ്പൊ എം ടി പറഞ്ഞല്ലോ, ഈ ഒരു തേട്ടം നിങ്ങൾ എന്തു ന്യായം പറഞ്ഞാലും, ഞാൻ അതിന് നിങ്ങൾ എന്തു ന്യായം, എന്തർത്ഥം വെച്ചാലും ഈ നാട്ടിലെ സാധാരണക്കാര് ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോ ഒന്ന് ആത്മാർത്ഥമായാലേക്ക് റബ്ബേ ഈ മൂലമാരെ വേക്കിലാണോ നമ്മൾ കൂടുന്നത്? ഇവരെയാണോ ഉസ്താദന്മാരായി കാണുന്നത്? ഇവരെയാണോ ഖാദി ഖതീബായി കൊണ്ടെടുക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മതി. ഇയാളിത് പറഞ്ഞിട്ട് സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞോ ഇത് ശരിയല്ലാന്ന്? ഏതെങ്കിലും പണ്ഡിതൻ എവിടെങ്കിലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞോ? ഇത് ശരിയായില്ല എന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തതും മുജാഹിദീങ്ങൾ തന്നെയാണ്. ഈ ക്ലിപ്പ് ഇപ്പോഴല്ലേ നിങ്ങൾ കേട്ടത്? നീ എം ടി പറഞ്ഞോ കഴിഞ്ഞ ശേഷം ഈ അബദ്ധം പറ്റിയതായിരുന്നു, അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദീനിയായിട്ടുള്ള വിഷയത്തിൽ അതല്ലേ വേണ്ടത്? മറ്റു പണ്ഡിതന്മാര് പറഞ്ഞു അയാൾ ആ പറഞ്ഞത് ശരിയല്ല, അത് കുറച്ച് അധികമായി പോയി, അദ്ദേഹം തൗബ ചെയ്യണം എന്ന് ഒപ്പുള്ള ഉസ്താദുമാര് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെയാണ് തർക്കം. അതുകൊണ്ട് ഈ വക പ്രാർത്ഥനകളും ഇസ്തിഗാസകളും ഇവിടെ മാലപ്പാട്ടിലൂടെ, മൗലീദിലൂടെ, ഖാതീബിലൂടെ, കുതുബിയത്തിലൂടെ, ജാറങ്ങളിലൂടെ എല്ലാമായി റബ്ബല്ലാത്തവരിലേക്ക് പോകുന്നുണ്ട്. അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, അത് ശിർക്കാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്നാണ് പ്രമാണം അടിസ്ഥാനമാക്കി മുജാഹിദീങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്താ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇതുവരെ ചോദിച്ച ഒരു പ്രാമാണികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഇതുവരെ എന്തെങ്കിലും തെളിവ് പറഞ്ഞോ? പ്രാമാണികമായ പണ്ഡിതന്മാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതാണ് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് ചോദിച്ചിട്ട് കുറെ വയല് പറഞ്ഞു എന്നല്ലാതെ എന്തെങ്കിലും ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് മറുപടി പറഞ്ഞു? എന്ത് വിഷയാവതരണ, എന്ത് മറുപടിയാണ് പറഞ്ഞത്? കുറെ ആയത്തും ഹദീസും ഉദ്ധരിച്ചിട്ട് ഇതുമായി ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ വിസ്തരിച്ചു. അതുകൊണ്ട് എന്ത് കാര്യം? ശരി, ആ മറുപടി വേണ്ടില്ല. കുറെ ആയത്ത് ഹദീസ് ഉദ്ധരിച്ചു. ഈ ആയത്ത് ഹദീസ് ഒന്നും തെളിവല്ലേ? അത് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതായത്തും ബന്ധം. ഇനി ഒറ്റ കാര്യം, നിങ്ങൾക്ക് ആ കാര്യകാലം ബന്ധം അങ്ങനെ തന്നെ ഒരു ആയത്തിന് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ തന്നെ ആയത്ത കിട്ടിയാൽ പോലെ. ഈ പറഞ്ഞ രണ്ടും നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാണ് ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന വിഷയവും അതേപോലെ കുതുബിയത്തിൽ പറഞ്ഞ മുഹ്യിദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് അത് അമീർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയും. ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ചോദ്യം ഇങ്ങോട്ടാണ്. ചോദ്യം അങ്ങനെ ഉത്തരം പറയണതിന് അവിടെ കേറിക്കണം താല്പര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇങ്ങോട്ട് കയറാനാവുമ്പോ കാരണം എന്താ വെച്ചാല് ഉത്തരം പറയുമ്പോ എല്ലാവരും കണ്ടു പറയണം. ഇങ്ങോട്ട് കയറാനാവുമ്പോ കയറാം. ഇപ്പൊ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചോദിച്ച ഒരു ഇത് ശിർക്കാണോ അല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടിയാൽ ഖാലിഖല്ല, സൃഷ്ടാവല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊരു മുസ്ലിം തേടിയാൽ ശിർക്കല്ല എന്ന് എം ടി പറഞ്ഞു. അത് ശിർക്കാണോ? ശിർക്ക് നിങ്ങളുടെ വിശ്വാസം എന്താ?
കുറച്ചേരം വിശദീകരിക്കണ്ട. ഇല്ല നിങ്ങളെ വിശ്വാസം പറഞ്ഞാൽ മതി. ഷിർക്കാണോ ഷിർക്കല്ലേ കുറച്ചേരം ഇത് പറഞ്ഞിട്ട് വിശദീകരിക്കും. ഷിർക്കാണോ ഷിർക്കല്ലേ പറഞ്ഞിട്ട് വിശദീകരിക്കും. ആ വിഷയത്തിലുള്ള നിലപാട് തഫ്സീലാണ്. കുറച്ച് ആ വിശദീകരിക്കണം. അതന്നെ നിങ്ങൾക്ക് എന്താ പ്രയാസം? ഇവിടെയാണ് മുസ്ലിയാരെ പേഴ്സൺ. വേണ്ട ഇനി ആവശ്യമില്ല. വിശദീകരിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തില് ഇവ നാടന്മാർ ചോദിക്കും. നാടന്മാർ ഒറ്റടിക്ക് പറയും ഷിർക്കാന്ന് പറയും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന് മൊയ്തീൻ ശൈഖോട് തേടിയാൽ ഷിർക്കാണോ ചെയ്യ് നാടന്മാർക്ക് ഒരു സംശയവുമില്ല. ഒരൊറ്റടിക്ക് എല്ലാരും പറയും എന്താ സംശയം ഷിർക്ക് തന്നെ. മൂലർക്ക് പറയാൻ ധൈര്യമില്ല ഷിർക്ക് എന്ന്. അത് വിശദീകരിക്കണം എന്നാ. അത് വിശദീകരിക്കണം. അവിടെ തന്നെയാണ് പഴിച്ചത്. അവിടെ തന്നെ പഴിച്ചത്. അവിടെ ഒരു വിശദീകരണവും ആവശ്യമില്ല. ലോക മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും 5 വക്ത് നിസ്കാരത്തിൽ ഇത്ര പച്ചയായി എല്ലാ ദിവസവും 17 വട്ടം ആവർത്തിച്ച് അള്ളാഹുവോട് പറയുന്ന ഒരു കാര്യം അത് ശൈഖിനോട് പറഞ്ഞാൽ ഷിർക്കാണ്. അത് വിശദീകരിക്കണം. അവിടെ തന്നെയാണ് മൂലം നിങ്ങൾക്ക് പഴിച്ചത്. നിങ്ങൾ വിശദീകരണം ആവശ്യമില്ല. ആയിക്കോട്ടെ, ഹാരിക്കാലും വേണ്ടില്ല, റാസിക്കാലും വേണ്ടില്ല. മൈക്ക് പറയും ഖാലിഖാണ് എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഷിർക്കല്ല. എം ടി ഉസ്താദ് പറഞ്ഞു. നമ്മൾ ചോദിച്ച ചോദ്യം അതിനിതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ചോദ്യമാണ്. എത്ര നേരമായി നേരം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളെ പോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടല്ലേ മറ്റു വേഗം പറഞ്ഞ നിങ്ങൾ അപ്പൊ തന്നെ പോകൂലേ. അപ്പൊ നിങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് അതൊക്കെ നിർത്തുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പനും പറഞ്ഞെന്താ, ഖാലിഖാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ ഷിർക്കല്ല. സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കാൻ മതി. മൊഹീദ്ദീൻ ശൈഖ് സൃഷ്ടാവല്ല, ഖാലിഖല്ല, ആകാശഭൂമികൾ പടച്ചവരല്ല എന്നാ പിന്നെ ഷിർക്കല്ല. ഇവിടെയാണ് കൂട്ടരെ പഴിച്ചത്. അങ്ങനെയാണ് ഇനിയിപ്പോ മൊഹീദ്ദീൻ ശൈഖ് മാത്രമല്ലല്ലോ. ഞാൻ അമീറിനെ ഒരിക്കൽ നേക്കുന്നതിനെ കണ്ടപ്പോ ചോദിച്ചു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ മാനദണ്ഡത്തിലാണെങ്കിൽ ഷിർക്കാവോ? അപ്പൊ അമീർ പറഞ്ഞാൽ അതും ഷിർക്കാവൂല തന്നെയാണ്. ഇനി ഇവിടുന്ന് പറയാൻ എനിക്കറിയില്ല. ഗുരുവായൂരപ്പ രക്ഷിക്കണം, ഗുരുവായൂരപ്പ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഷിർക്കാവൂല എന്നാണ് മൂപ്പര അന്ന് പറഞ്ഞത്. ഈ ലാത്ത ഉസ മനാത്ത, ലാത്തയെ കാക്കണേ, ഉസയെ സഹായിക്കണേ, മനാത്തയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ഖാലിഖല്ല, ആകാശഭൂമിയുടെ സൃഷ്ടാവൊന്നല്ല, ഖാലിഖൊന്നല്ല എന്നൊരാൾ വിശ്വസിക്കുന്നു. ലാത്ത ഖാലിഖല്ല, ഉസ്സ ഖാലിഖല്ല, മനാത്ത ഖാലിഖല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള് ലാത്തയെ കാക്കണേ, ഉസ്സയെ സഹായിക്കണേ, മനാത്തയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ഷിർക്കിന്റെ പ്രശ്നമില്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് കാര്യകാരണ ബന്ധം പറഞ്ഞത്. ഇവിടേക്ക് എത്താൻ വേണ്ടിയാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഇനി കാര്യകാരണ ബന്ധം പറഞ്ഞില്ല. യഥാർത്ഥത്തില് ഇതാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ റബ്ബല്ലാത്തവരിലേക്ക് ഒരു തേട്ടം പോകുമ്പോൾ അത് ശിർക്കാകണമെങ്കിൽ ആ പ്രാർത്ഥിക്കപ്പെടുന്ന അല്ലെങ്കിൽ തേടപ്പെടുന്ന വിളിക്കപ്പെടുന്ന ആ ശക്തി ലോകത്തിന്റെ സ്രഷ്ടാവാണ്, ഖാലിഖാണ് എന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാകൂ. ഇല്ലെങ്കിൽ ശിർക്കാകൂല. ഖാലിഖാണ് വിശ്വാസം അല്ലെങ്കിൽ ശിർക്കാകൂല എന്നാണ് വാദമെങ്കിൽ യഥാർത്ഥത്തിൽ അബൂജഹൽ അടക്കം ഷിർക്ക് ചെയ്തിട്ടില്ല, മുശ്രിക്കല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം അബൂജഹൽ ലാത്തയോട് തേടിയിട്ടുണ്ട്, അബൂജഹൽ ഉസ്സയോട് തേടിയിട്ടുണ്ട്, അബൂജഹൽ മനാത്തയോട് തേടിയിട്ടുണ്ട്. ആ ലാത്തയാണ് ആകാശം പഠിച്ചത്, ലാത്തയാണ് ഖാലിഖ് എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കടന്താ അബൂജഹൽ ലാത്തനെ കണ്ടോനാണ്. ലാത്ത മരിക്കുമ്പോ ഒരു പക്ഷേ മയ്യത്ത് മറയാന് അബൂജഹൽ ഒപ്പം കൂടിയിട്ടുണ്ടാവാം. അബൂജഹൽ ജീവിച്ചിരിക്കുന്ന കാലത്താ ലാത്ത ഉസ്സയൊക്കെ മരിക്കണത്. അവരെ കണ്ടു വളർന്നവരവരൊക്കെ. ഹജ്ജിന് പോണ മനുഷ്യന്മാർക്ക് തരിക്കഞ്ഞി കൊടുക്കാൻ, പായസം കൊടുക്കാൻ വഴിയില് പ്രത്യേകമായ സീറ്റുണ്ടാക്കി അവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് പായസം കൊടുത്തിരുന്ന ആളാണ് ലാത്ത. ഇബ്നു അബ്ബാസ് പറഞ്ഞു, കാനല്ലാത്ത റജുലൻ സ്വാലിഹാ, ലാത്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു, ലാത്ത സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പൊ ആ ലാത്ത സ്വാലിഹായ മനുഷ്യനാണ് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ലാത്തനോടും തേടാം എന്ന് അമീറിന് പറയേണ്ടി വരും. അപ്പൊ അടുത്ത കുതുബിയത്ത് ലാത്തന്റെ പേരിലായിരിക്കും, അടുത്തൊരു മൗലിദ് ഉസ്സന്റെ പേരിലായിരിക്കും. ഇവിടെയാണ് പിഴച്ചത്. ഈ വേർതിരിവ് പഠിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം കാര്യകാലം നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിനാണ് നേരത്തെ ഓതിയ 2 ആയത്ത്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് നിർവഹിച്ച ഇസ്തിഗാസ, മറ്റൊന്ന് മുഹമ്മദ് നബിയും സഹാബിമാരും റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഇസ്തിഗാസ. ഒന്നാമത്തെ ഇസ്തിഗാസ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, രണ്ടാമത്തെ ഇസ്തിഗാസ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട്. ഒക്കെ പറഞ്ഞത് അല്ലാഹ് പറഞ്ഞതല്ലേ.
റഹ്മാനായ ബേജാറാവൊന്നും അവിടെ ഇരുന്നോളി. റഹ്മാനായ റബ്ബ് പറഞ്ഞത്, ഒന്ന് മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാമയോട് തന്റെ കക്ഷിയിൽപ്പെട്ടവൻ പറഞ്ഞു, അതാണ് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി. മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ടവൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ എന്ത് ചെയ്തു? ഇസ്തിഗാസ ചെയ്തു, സഹായം ആവശ്യപ്പെട്ടു. അതെന്താ സഹായം? അലല്ലദീ മിൻ അദുവിഹി, തന്റെ ശത്രുവിനെതിരെ. ഫിർഔന്റെ കുടുംബക്കാരനായ ഒരാളും മൂസാ നബിയുടെ കുടുംബക്കാരനായ ഒരാളും ഖിബ്തി കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇസ്രായേൽ സന്തതിയിൽപ്പെട്ട ഒരാളും, രണ്ടാളുകൾ തമ്മിൽ ശണ്ഠ കൂടുന്നു, ഏറ്റുമുട്ടുന്നു. അപ്പോഴാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നു പോകുന്നത്. മൂസാ നബി ആരോഗ്യമുള്ളവരാണ്. ആ മൂസാ നബിയെ കണ്ടപ്പോ കുടുംബക്കാരൻ വിളിച്ചു പറയാ, ഇതാ എന്റെ ശത്രു എന്നെ ആക്രമിക്കുകയാണ്, എന്നെ സഹായിക്കണേ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുന്നു, ഇടപെടുന്നു. എങ്ങനെ ഇടപെട്ടു? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടു. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു, ഫവകസഹു മൂസ. അതാണ് കാര്യകാരണ ബന്ധം. ഫവകസഹു മൂസ, മൂസാ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശത്രുവിനെ ഇടിച്ചു. അതാണ് കാര്യകാരണ ബന്ധം. ഫഖലാ അലൈഹി, ആ ഇടിയുടെ ആഘാതത്താൽ അയാൾ മരിച്ചു വീണു. അതാണ് കാര്യകാരണ ബന്ധം. എന്നാൽ രണ്ടാമതൊരു ഇസ്തിഗാസ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഇസ്തിഗാസ, അത് റഹ്മാനായ റബ്ബിനോട് മുഹമ്മദ് നബിയും സഹാബത്തും നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. എപ്പോൾ? ബദറിന്റെ തലേ ദിവസവും ബദറിന്റെ അന്നുമൊക്കെ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ കണ്ണോടുകൂടി അല്ലാഹുവിനോട് തേടി, റഹ്മാനായ റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം ഇല്ലാതാകും ഇവിടെ ഈ കൊച്ചു സംഘം നശിപ്പിക്കപ്പെട്ടാൽ. അതിനാൽ വാഗ്ദാനം ചെയ്ത സഹായം നീ ഞങ്ങൾക്ക് നൽകണേ. ഈ തേട്ടത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് എന്ന് റഹ്മാൻ ഉത്തരവും നൽകി. ഇതാണ് രണ്ടാമത്തെ ഇസ്തിഗാസ. റഹ്മാനായ റബ്ബിനോട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല, തേട്ടമല്ല ഒരിക്കലും നടത്തേണ്ടത്, നടത്താവുന്നതും അതല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ 2 തരം ഇസ്തിഗാസകളെ പറഞ്ഞു. ഒന്ന്, ഖിബ്തിയായ ആൾക്കെതിരെ ഇസ്രായേലിൽപ്പെട്ട ഒരാള് മൂസാ നബിയോട് നിർവഹിച്ച ഇസ്തിഗാസ. രണ്ടാമത് മുഹമ്മദ് നബിയും സഹാബത്തും ബദർ യുദ്ധ വേളയിൽ റഹ്മാനായ റബ്ബിനോട് നിർവഹിച്ച ഇസ്തിഗാസ. മുജാഹിദീങ്ങൾക്ക് പറയാനുള്ളത്, റഹ്മാനായ റബ്ബിനോട് നബിയും സഹാബത്തും നിർവഹിച്ച ഈ ഒരു ഇസ്തിഗാസ അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. മൂസാ നബിയോട് തന്റെ കുടുംബക്കാരൻ നിർവഹിച്ച ഇസ്തിഗാസ അത് നമുക്ക്, എനിക്ക് താങ്കളോടുമാകാം, താങ്കൾക്ക് എന്നോടുമാകാം. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസം പോലുമില്ല, ജാതി മത വ്യത്യാസമില്ല. അത് ഏതു മനുഷ്യരോടും ആ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അനുവദനീയമായ വഴിയിൽ, ഹറാമായ വഴിക്കാണെങ്കിൽ പറ്റൂല. കക്കാൻ പോകാൻ സഹായം ചോദിക്കാൻ പറ്റോ? പറ്റൂല. വ്യഭിചരിക്കാൻ പോകാൻ സഹായം ചോദിക്കാൻ പറ്റോ? പറ്റൂല. ശിർക്കായതുകൊണ്ടല്ല, അത് ഹറാമായ കാര്യത്തിലാകുമ്പോൾ അത് ഹറാമായി മാറും. അനുവദിക്കപ്പെട്ട വഴികളിൽ പരസ്പരമുള്ള സഹായ ചോദ്യങ്ങൾ അതെല്ലാം ആകാം. എന്നാൽ റബ്ബിനോടുള്ളതോ, ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ അത് റഹ്മാനായ റബ്ബിനോട് മാത്രം. അതാണ് ദുആ, അതാണ് പ്രാർത്ഥന, അത് ഇബാദത്താണ്. അത് റബ്ബിലേക്ക് പോകുമ്പോൾ റബ്ബിനുള്ള ഇബാദത്തായി, അത് ശൈഖിലേക്ക് പോയാൽ ശൈഖിനുള്ള ഇബാദത്തായി, അത് അമ്മയോടായാൽ അമ്മക്കുള്ള ഇബാദത്തായി, അത് ബാബയോടായാൽ ബാബക്കുള്ള ഇബാദത്തായി, അത് ബീവിയോടായാൽ ബീവിക്കുള്ള ഇബാദത്തായി, അത് ദർഗയിൽ ചെന്നിട്ടായാൽ അവിടേക്കുള്ള ഇബാദത്തായി, അത് കല്ലിനോടോ മരങ്ങളോടോ ആയാൽ അതിനുള്ള ഇബാദത്തായി, അത് സൂര്യചന്ദ്രന്മാരോടാണെങ്കിൽ അതിനുള്ള ഇബാദത്തായി മാറി, അത് റബ്ബിനോടാണെങ്കിൽ റബ്ബിനുള്ള ഇബാദത്തായി മാറി. ഇതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന തേട്ടം. അത് ഇബാദത്തായ ദുആയാണ്, അത് ഇസ്തിഗാസയാണ്, അത് ആരാധനയാണ്, അത് റബ്ബിനോട് മാത്രമാവേണ്ടതാണ്. ഈ കൂടിയ മുസ്ലിമീങ്ങൾ മുഴുവനും ഈ കാലമത്രയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയത് റബ്ബിനോട് മാത്രമാണ്. ഇപ്പൊ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു അത് മൊയ്തീൻ ശൈഖ് തേടിയാലും ശിർക്കല്ല. ഇപ്പൊ നിങ്ങളും അത് അംഗീകരിച്ചു, ഖാലിഖാന വിശ്വാസല്ലേ എന്നാ ശിർക്കല്ല എന്ന് താങ്കളും പറഞ്ഞു. അവിടെയാണ് അബദ്ധം പറ്റിയത്. അപ്പൊ ഇനിയിപ്പോ തൽക്കാലം ചോദിച്ച് അധികം സമയം കാണുന്നില്ല, ഇനി തൗബ ചെയ്യാൻ നോക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് കൂടി ഒരു അനിയൻ എന്ന നിലയ്ക്ക് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2 തരം ഇസ്തിഗാസയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഒന്ന്, അള്ളാഹുവയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഇസ്തിഗാസ. രണ്ടാമത്തേത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ഖിബ്തി നടത്തിയ ഇസ്തിഗാസ.
ഇത് രണ്ടിനെയും വിഭജിക്കുന്ന ഘടകം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം എന്നൊരു വിശദീകരണം നൽകുകയുണ്ടായി. ഇത് ഏത് മുഫസ്സിർ പറഞ്ഞു? ഏത് അംഗീകരിക്കപ്പെടുന്ന ഏത് ഖുർആനിൽ വിശദീകരിച്ച ഏത് പണ്ഡിതൻ ഈ വിശദീകരണം നൽകി? ഫൈസൽ മുസ്ലിയാരല്ലാത്ത മറ്റാരെങ്കിലും ഈ വിശദീകരണം നൽകിയിട്ടുണ്ടോ? വളരെ വ്യക്തമായ റഹ്മാനായ റബ്ബ് അല്ലാഹു അക്ബർ, അല്ലാഹു വല്യോൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇത്ര വലിയ ശിർക്ക് ഈ വക മൂലയന്മാരെ കൊണ്ടുവന്നിട്ടും അള്ളാഹിന്റെ റഹ്മത്തോണ്ട് മാത്രം നമുക്ക് നിരക്കണത്. പഠിച്ചോൻ വല്യോനാ, നിങ്ങൾ സംശയിക്കണ്ട. തക്ബീർ എപ്പോഴും ചൊല്ലിക്കോളി, വളരെ നല്ലതാ. കാരണം പച്ചയായിട്ട് ഇപ്പൊ പള്ളിക്ക് നിസ്കരിച്ചിറങ്ങിയപ്പോ എന്താ വരുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇവിടെ എന്നിട്ട് പറയാ അത് ശൈഖിനോടായ ശിർക്കല്ല. റഹ്മാനായ റബ്ബ് വല്യോനല്ലെങ്കിൽ നമ്മളെ മേലെ ആകാശത്തുള്ള ശിക്ഷ ഇറങ്ങും കൂട്ടരെ. അത്ര ഗൗരവമുള്ള വിഷയം അതൊക്കെ. ഇതൊന്നൊരു നിസ്സാര വിഷയമല്ല. ഇത് അത്ര ഗൗരവമുള്ള റഹ്മാനായ റബ്ബിന്റെ ശിക്ഷ നേരെ ഇറങ്ങാൻ മാത്രം പര്യാപ്തമായ സംഗതിയാണെന്നത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന്റെ ആയത്തോതിട്ട ഇവിടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്തിഗാസയും അല്ലാഹു നടത്തിയ ഇസ്തിഗാസയും ഇത് രണ്ട് കോലത്തിലാണെന്ന് ആര് പറഞ്ഞു? എന്നാണ് വളരെ വ്യക്തമായി റഹ്മാനായ റബ്ബിന്റെ ആ ആയത്ത് തന്നെ എന്താണ്? മൂസാ നബിയോട് എന്താ ചോദിച്ചത്? ശത്രുവിനെതിരെ എന്താ ചെയ്തത്? മൂസാ നബി ആ ശത്രുവിനെ ഇടിച്ചു. ഈ ഇടിച്ചത് കാര്യകാലം എന്താണോ അല്ലേന്നാണോ? ഇടിച്ച കാര്യം എന്താ വിഷയമുള്ളത്? ഇടിക്കാന്നുള്ള എന്തിനാണ്? കാര്യകാലം എന്ത് തന്നെയാണ്. അതിനാണ് ചോദിച്ചതും ഇതൊരു വിശദീകരണം ആവശ്യമില്ല. എന്തിനാ വിശദീകരണം? ഒരു ഇടി കൊടുത്തു, ആ ഇടി കൊടുത്ത് കാര്യകാലത്ത് അപ്പുറോ അത് സംശയമുള്ള വിഷയമാണോ? അവ മുസ്ലിം ആ വക പണി നിർത്തിക്കാളി. അതാണ് ഉണ്ടായിരുന്ന പ്രതികരണം. മൂസാ നബിയോട് ആവശ്യപ്പെട്ട എന്താ? മൂസാ നബി നടന്നു പോകുന്നു, രണ്ടാളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പൊ ഒരാള് കുടുംബക്കാരൻ, ഒരാൾ ശത്രു. അപ്പൊ കുടുംബക്കാരൻ പറഞ്ഞാ ഇവനെന്താ എന്നെ ആക്രമിക്കാണ്, നിങ്ങൾ സഹായിക്ക്. മൂസാ നബി ചെന്നു, ഓനെന്ന് ഇടിച്ചു. ഇതിനാണ് കാര്യകാരണം എന്തെന്ന് പറയാ. അതിന് അറബിയിൽ പറയാ സബബ് മുസബ്ബബാത്ത്. ഇവിടെ സബബ് എന്താ? ഇവിടെ എന്താ സബബ്? ഇടി എന്നുള്ളത് സബബാണ്. ഇടി എന്നുള്ളത് അത് സബബാണ്. അപ്പൊ ആ കാര്യകാരണ ബന്ധം അതാണ് വ്യക്തമായി അവിടെ പരാമർശിക്കപ്പെട്ടത്. എന്നാൽ റഹ്മാനായ റബ്ബിനോട് ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞെടുത്തോ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇസ്തിഗാസ ഏതാ? ഈ പറഞ്ഞതല്ല. അവിടെ ഈ കാര്യകാല ബന്ധമല്ല. അവിടെ റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗാസ ഈ കാര്യകാല ബന്ധങ്ങൾക്കെല്ലാം അതീതം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലുള്ളത്. അതാണ് മഴ വർഷിപ്പിക്കുന്ന വിഷയത്തിലുള്ളത്. അതാണ് രോഗം ശിഫയാക്കാൻ റബ്ബിനോട് തേടുമ്പോഴുള്ളത്. അതാണ് കടം കൊണ്ട് കുടുങ്ങിയവൻ റബ്ബിനോട് തേടുമ്പോഴുള്ളത്. റഹ്മാനായ റബ്ബിനോട് ഏതു കാര്യം തേടുമ്പോഴും, റഹ്മാനായ റബ്ബിനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിടെയെല്ലാം ഈ പറഞ്ഞ മുഹമ്മദ് നബിയും സഹാബത്തും നിർവഹിച്ച ഈ ഇസ്തിഗാസ, ആ ഇസ്തിഗാസയാണ് അവിടെയെല്ലാം ഉള്ളത്. മറ്റേതാവട്ടെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം തന്നെ എന്താണ്? കാര്യകാരണ ബന്ധാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈ ഇടിച്ചതും വിളിച്ചതും ഓടി വന്നതും ഇയാളെ പിടിച്ചതും ഇതൊന്നും കാര്യകാരണ ബന്ധമല്ല, അതിന് അപ്പുറത്താണ് എന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? എങ്കിൽ അത് അസുഖം വേറെയാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ആയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, അതൊരു ഇസ്തിഗാസ. രണ്ടാമത്തെ ഇസ്തിഗാസ ഏതാ? തന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്റെ ശത്രുവിനെതിരെ തന്റെ കുടുംബക്കാരനായ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആ വിളി കേട്ട് ഓടിച്ചെല്ലുന്നു, ശത്രുവിനെ ഇടിക്കുന്നു, ശത്രു മരിച്ചു വീഴുന്നു. ഈ പണിക്ക് തന്നെയാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുക എന്നാണ് വ്യക്തമാക്കാനുള്ളത്. അതിന് തഫ്സീറും മുഫസ്സിറുമായി സമയങ്ങളുടെ ആവശ്യമില്ല. പച്ചമലയാളത്തിൽ വിശദീകരിക്കാന്നല്ലാതെ ഒരു അറബിയിലുള്ള ഒരു തഫ്സീർ വായിച്ചിട്ട് മറുപടി പറയാൻ കഴിയുമോ? കഴിയില്ല. അൽഹംദുലില്ലാ. ഈ ഒരു നിലക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് എന്നുള്ളത് ഒരു തഫ്സീറിന്റെ വിശദീകരണത്തിൽ വിശദീകരിക്കാൻ കഴിയൂല. ഇങ്ങക്കത്തല്ലേ ആവശ്യമുള്ളൂ. ശരി, അത്തല്ലേ ആവശ്യമുള്ളൂ. അൽഹംദുലില്ലാ.
അൽഹംദുലില്ലാഹ് ഒറ്റ ഖൈർ. മിനിറ്റ്, അൽഹംദുലില്ലാഹ് ഖൈർ. ഒറ്റ മിനിറ്റ്. അപ്പൊ ഏതായിരുന്നാലും ഒറ്റ ഇനിയിപ്പോ എന്താ പ്രശ്നമുള്ളൂ? ശരി, ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഇപ്പൊ എന്താ ആവശ്യമുള്ളൂ? മൂസാ നബി വന്ന് ശത്രുവിനെ ഇടിച്ച് ശത്രു മരിച്ചു. ഇത് കാലകാലത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് ചർച്ച ഇവിടെ ഉണ്ടാവില്ല. അതല്ല അതിനു ചർച്ച. വേണ്ടി ആയിക്കോട്ടെ, അതിനു വേണ്ടി ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം അതല്ല ചോദിച്ചത്. നിങ്ങൾ ചോദ്യം അതല്ല, നിങ്ങൾ ചോദ്യം എന്താണ്? നിങ്ങൾ ചോദ്യം എന്താണ്? മൂസാ നബിയോട് നിർവഹിച്ച ഈ ചോദ്യം നിങ്ങൾ അതപ്പ ചോദിച്ചത് ചോദ്യം മറക്കല്ലേ? നിങ്ങൾ ചോദ്യം മറക്കല്ലേ? അത് ശരി. മൂസാ നബിയോട് ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ, അതിനടിസ്ഥാനത്തിലുണ്ടായ പ്രതികരണം ഇത് കാര്യകാലത്തിന് അപ്പുറത്താണ് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങളല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി. കൂക്കിയോലും മനസ്സിലായി, തക്ബീർ ചൊല്ലിയോലും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇനി ആയി നിങ്ങൾക്ക് അറബി വായിക്ക വേണ്ട, ആയിക്കോട്ടെ. ഓൾക്ക് മനസ്സിലായിട്ടില്ല, ആയിക്കോട്ടെ. ഓൾക്ക് മനസ്സിലായിട്ടില്ല, ശരി, നിങ്ങൾക്ക് മനസ്സിലാകണ്ട. ഏതായാലും ശരി, ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങുന്നവർ വന്നിട്ടുണ്ട്. ഇനി ഉറക്കം നടിക്കുന്നവനാ ബാക്കിയുള്ളത്. നിങ്ങൾ അവിടെ ഉറങ്ങിക്കിടുന്നോളി, കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ കണ്ണൻ ചെമ്പി കിടക്കുന്നവനെ ഉണർത്തേണ്ട ഒരു ആവശ്യമില്ല. ഉറങ്ങുന്നവർ ഉണരട്ടെ, ഉറങ്ങുന്നവർ ഉണരട്ടെ. ഉറക്കം നടിക്കുന്നവർ അങ്ങനെ നടിച്ചു കിടന്നോട്ടെ, നടിച്ചു കിടന്നോട്ടെ. നമ്മൾ വിളിച്ചോണ്ടാൻ പോണില്ല. ഇത്ര പച്ചയായിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റഹ്മാനായ റബ്ബിനോട് ഇക്കഴിഞ്ഞ ഇശാ നമസ്കാരത്തിന് പോലും റബ്ബിനോട് തേടി ആമീനും പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ആ ഒരു തേട്ടം വരെ മൊഹീദ്ദീൻ ശൈഖിനോടായാലും ശിർക്കാകൂല എന്ന് പറയുമ്പോ അതൊക്കെ ഇനിയിപ്പോ ഇനി കാര്യകാലം ബന്ധം വേണം, അതിന് തഫ്സീർ വേണമെന്നാണെങ്കിൽ അത് മുസ്ലിം തൽക്കാലം സൗകര്യമില്ല. അതിന് സൗകര്യമില്ല പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ കൂക്കിയാലും വേണ്ടില്ല, തക്ബീർ ചെല്ലാലും വേണ്ടില്ല, എന്ത് ബഹളം ഉണ്ടാക്കിയാലും വേണ്ടില്ല, നമുക്കതിന് ആവശ്യമില്ല. ഇത് കേട്ടിട്ട് ഇതിൽ നിന്ന് പഠിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലായിക്കോട്ടെ. അത്രേ ആവശ്യമുള്ളൂ. ഈ വിശദീകരണം കേട്ടിട്ട് തിരിയാത്ത ഒരുത്തന് തിരണ്ട. ഒരു റഹ്മാനായ റബ്ബിനെ തൗഫീഖ് ഇല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ കേട്ടിട്ട് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത്ര വ്യക്തമായി ഇത്ര പച്ചയായി വിശദീകരിച്ചിട്ട് അത് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓന് റഹ്മാനായ റബ്ബ് തൗഫീഖ് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന് അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. ഇതിന് അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. അപ്പോഴത് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റു ഏതെങ്കിലും നിൽക്കുന്ന ഭൗതികമായ മറ്റു സൗകര്യം കൊണ്ട് ഇത് കിട്ടിക്കോളുന്നില്ല. റഹ്മാനായ റബ്ബ് പ്രത്യേകമായി തൗഫീഖ് ചെയ്തെങ്കിൽ അത് ക്ലിയർ ആവുള്ളൂ. ഇത്ര പച്ചയായി ഏതൊരു സാമാന്യ ബുദ്ധിക്കും അല്ല, ഒരു മന്ദബുദ്ധിക്ക് വരെ മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇത്ര പച്ചയായി ഇവിടെ പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റഹ്മാനായ റബ്ബേ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന തേട്ടം വരെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ഖാലിഖാണ് വിശ്വാസമില്ലെങ്കിൽ തീരെ ശിർക്കാവൂല എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്ത് എന്താ സഹോദരന്മാരെ പറയാനുള്ളത്? എന്ത് പറഞ്ഞ് എന്ത് മൈക്കയാക്ക്? ഇനി അയാൾ തൗബ ചെയ്യാൻ വേണ്ടത്, അയാൾ ഇപ്പോൾ തൗബ ചെയ്യാൻ വേണ്ടത്. അയാൾ ഇപ്പൊ തൽക്കാലം വാശിക്ക് വേണ്ടി പറഞ്ഞാലും അയാൾ ഇന്ന് രാത്രി ചെന്ന് കിടന്നുറങ്ങുമ്പോ അയാൾ ആത്മാർത്ഥമായി ചിന്തിച്ചിട്ട് ഒരു തൗബ ചെയ്യാൻ, ഒന്ന് പശ്ചാത്തപിക്കാൻ അയാൾ സന്നദ്ധമാകാൻ വേണ്ടത്. അതാവശ്യം. അല്ലാതെ തൽക്കാലം ബഹളും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളും ജയിച്ചു, നമ്മളും ഒച്ചപ്പാടുണ്ടാക്കിയതാണെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങൾ 10 കൂക്കിക്കോളി, ഞങ്ങൾ ഇരുന്നോളാം, 10 കൂക്കിക്കോളി, ഞങ്ങൾ ഇരുന്നോളാം. അതല്ല, ഇത് ദീനിന്റെ വിഷയ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയ. ആ വിഷയത്തിന് ഇത്ര പച്ചയായ സംഗതി പറഞ്ഞിട്ട് അതിന് വരെ ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസം കൊണ്ടെടുക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ റഹ്മാനായ റബ്ബിനോട് തുടർന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാൻ കഴിയും. സയഅതി അല സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി മാ ലം യസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. നിങ്ങളുടെ ബാപ്പമാരോ കേൾക്കാത്ത നിങ്ങളോ സയഅതി, ഒന്ന് വിശദീകരിക്കട്ടെ. സയഅതി അല സമാനി, കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം വരും. ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ. അവർ പറയുന്നത് എന്താ? യഅതൂനകും മിനൽ അഹാദീസി, അവർ ഹദീസുകളെ കൊണ്ടുവരും. അതാ ഇങ്ങനത്തെ ഹദീസുകൾ മാലം യസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ. അപ്പൊ ഈ ആയത്ത് കേട്ടിട്ടില്ല? ഞങ്ങള് ഇപ്പൊ ഒരു ആയത്തിൽ കേട്ടിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞെന്താ? മാലം തസ്മഉ അൻതും വലാ ആബാഉകുന്ന സൂറത്ത് അംഫാലെ ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ വാപ്പിട്ടിട്ടില്ല? എന്തായി പറയണത്? വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കേൾക്കാത്തവരാ ഞങ്ങള്. അപ്പൊ ഇതൊക്കെ മുസ്ലിയാരെ, ഇതൊക്കെ തന്ത്രം നമുക്കറിയാം.
ഇത് എന്തിനാന്നും ഇതൊക്കെ നിങ്ങളെ പ്ലാനും പദ്ധതി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വന്ന് ആളെയും കൂട്ടി വന്നിട്ട് ഈ വക ഏർപ്പാട് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നില്ല. ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങളോ വാപ്പാരോ കേൾക്കാതെ വരുന്ന ഈ ആയത്ത് കേൾക്കാത്ത ആരാ അവിടെ ഉള്ളത്? ഇത് ഖുർആനില്ലാത്ത ആയത്താണോ? ഇത് കേൾക്കാത്ത ആയത്താണോ? ഇത് പുതിയ ആയത്താണോ? എന്നാ അത് പറട്ടെ. ആരും കേൾക്കാത്ത പുതിയ ആയത്താണെങ്കിൽ അത് പറട്ടെ. സുഹൃത്തുക്കളെ, ഈ പരിപാടി ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ പരിപാടി ബോധപൂർവം കലക്കാൻ 2-3 ആളാണ് അവിടെ ഉള്ളത്. ഈ സദസ്സ് ശ്രദ്ധിക്കുന്നവർക്കറിയാം. ക്യാമറാമാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കുക. ക്യാമറാമാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കുക. അവിടെ 1-2 മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. വളരെ കൃത്യമായി, വളരെ ഭംഗിയായി തെളിവുകൾ ഉദ്ധരിച്ച് നടക്കുന്ന ഈ പ്രോഗ്രാം, ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ പ്രോഗ്രാം, ഇവിടെ നടന്ന മുഖാമുഖം പരിപാടിയിൽ ചോദിക്കാൻ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചിത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ സാധാരണക്കാർ ചിന്തിക്കുക. ആ മുസ്ലിയാര് നിയന്ത്രിച്ചിട്ട് നിൽക്കാത്തിടത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെത്തിയത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ആലോചിക്കുക. സഹോദരങ്ങളെ, സുദീർഘമായി MT ദാരിമി ഇവിടെ നടത്തിയ മുഖാമുഖത്തിൽ ഞങ്ങളുടെ സുഹൃത്ത് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിട്ട് 1 മിനിറ്റെങ്കിലും ഇതുപോലത്തെ ഒരു രംഗമുണ്ടായിട്ടുണ്ടോ എന്നത് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് എന്ന് ഞാൻ ഇവിടെ കൃത്യമായി ആവശ്യപ്പെടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ എന്താണ് കാര്യകാരണ ബന്ധമെന്നത് കൃത്യമായി ഫൈസൽ മൗലവി വിശദീകരിച്ചു കഴിഞ്ഞു. മഹാരഥന്മാരായ ഏതെങ്കിലും മുഫസ്സിറുകളുടെ തഫ്സീറുകളിൽ നിന്ന് ഇവിടെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ചതുപോലത്തെ ഒരു വാദം തിരിച്ചുദ്ധരിക്കാനുമില്ല. ഇതാ അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 3, 4, 5 ആളുകൾ, അവരെ ഞങ്ങൾക്കറിയാം. ഇത് മുജാഹിദുകളും ഈ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഞങ്ങൾ മൈക്ക് പെർമിഷൻ എടുത്ത് നടത്തിയ പ്രോഗ്രാമാണെങ്കിൽ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ അറിയും. ഈ പരിപാടിക്ക് വിഘാതമായ നിലയ്ക്ക് ഇടപെടുന്ന സുഹൃത്തുക്കളെ, ക്യാമറാമാൻ വൃത്തിയായി പകർത്തുക. നാളെ 10 മണി എന്നൊരു സമയമുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. കൃത്യമായി ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഈ വിഷയം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കുക. മുജാഹിദ് പ്രവർത്തകന്മാർ എല്ലാവരും ഈ ഭാഗത്തേക്ക് ഇരിക്കുക. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖത്തിൽ കൂക്കുവിളിയും ഇതൊന്നും പുത്തരിയുള്ള കാര്യമല്ല. 10 മണിവരെ മുജാഹിദുകൾ പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 മണിവരെ പരിപാടി നടത്താൻ അറിയാം. അവർ 10 മണിവരെ പരിപാടി നടത്തും. ഇവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദ്ദീൻ ശൈഖിനോട് നടത്തിയാൽ ശിർക്കല്ല എന്നതിന് മുസ്ലിയാർ ഇവിടെ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. ആ തെളിവ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് തേടാമെന്നതാണ്. ഇവിടെ യഅ്തൂനകും മിനൽ ഹദീസി മാ ലം തസ്മു അൻതും വല ആബാഉകും എന്നാണ് ഏറ്റവും ഫിറ്റ് ആവുക. ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമസ്തയുടെ പ്രവർത്തകൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന മുഹീദ്ദീൻ ശൈഖിനോട് പറ്റുമെന്ന് ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ച ഹദീസ് ആർക്കാണ് ഫിറ്റ് ആവുക? അതുകൊണ്ട് ആ മുസ്ലിയാരെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കച്ചറയുണ്ടാക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഞങ്ങൾക്കറിയാം. ഇത് ക്യാമറ ഞങ്ങൾ പരത്തിയിട്ടുണ്ട്. നിങ്ങൾ പിന്തുണച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദ്ദീൻ ശൈഖിനോട് തേടാമെന്ന് ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും സുന്നി ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? അതാണ് മുസ്ലിയാർ ഓതിയ ഹദീസ്, മാലം തസ്മു അൻതും വല ആബാഉകും. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത പുത്തൻ വാദം ഇവിടെ ആരാണ് കൊണ്ടുവന്നതെന്ന് ഈ കാരിപ്പറമ്പിലെ ജനങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഇന്ന് പോയിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ അത് ശിർക്കല്ലെന്ന് പറഞ്ഞ മുസ്ലിയാരുടെ പിന്നിൽ ആ മുസ്ലിയാരെ ന്യായീകരിക്കുന്ന മുസ്ലിയാർക്ക് വേണ്ടി തക്ബീർ വിളിക്കാൻ വന്നവരെ, പരലോകമുണ്ട്, അല്ലാഹു എന്നത് സത്യമാണ്, മഹ്ശർ സത്യമാണ്. നിങ്ങൾ മറക്കാൻ പാടില്ല. മുജാഹിദുകൾക്ക് ഇതൊരു പുത്തരിയാണ് നിങ്ങൾ മനസ്സിലാക്കരുത്. മുജാഹിദുകൾ 100ഉം 200ഉം 300ഉം ഒക്കെ മുഖാമുഖങ്ങൾ നടത്തി പരിചയമുള്ളവരാണ്. ഇവിടെ ഈ നാട്ടുകാർക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത് ആദ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ മുസ്ലിയാർ ഓതിയ ഹദീസ് മാലം തസ്മു അൻതും വല ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കേൾക്കാത്ത വാദം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് തേടാം, അത് തേടിയാൽ ശിർക്കല്ല എന്ന വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം.
സുഹൃത്തുക്കളെ, ഈ പരിപാടി അതിന് നിശ്ചയിച്ച സമയം പാലിച്ചേ അവസാനിക്കുകയുള്ളൂ. ഇവിടെ ആരും ഈ പരിപാടി പരിഹരിക്കാനുള്ള മധ്യസ്ഥന്മാരായി വരേണ്ടതില്ല. ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം, കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. ഇവിടെ അനുബന്ധമായി അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളും ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങളുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിന്റെ രത്നച്ചുരുക്കം ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. മഴ തേടുന്നത് അള്ളാഹു അല്ലാത്തവരോടാകാം എന്ന വാദം അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണോ, ഭൗതികമാണോ അഭൗതികമാണോ, ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വളരെ വിശദമായി മറ്റു മറുപക്ഷിയുടെ മുഖാമുഖത്തെ വിലയിരുത്തി സംസാരിച്ചിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഞങ്ങളിവിടെ മറുപടി പറയാത്തതോ വിശദീകരിക്കാത്തതോ കോട്ടിമാറ്റിയതോ തട്ടിപ്പ് നടത്തിയതോ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ ബലം കൊണ്ട് കൈകാര്യം ചെയ്യലല്ല സുഹൃത്തുക്കളെ മാന്യത. മറിച്ച് മൈക്ക് പെർമിഷൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതേ വേദിയിൽ 3.5 മണിക്കൂർ വളരെ വിശദമായി MT ധാർമിയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പുകൾ മൈക്കുകളിലൂടെ ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ചെയ്തത്. ഈ CD മാർക്കറ്റിൽ ഇറങ്ങും. ഈ CD മാർക്കറ്റിൽ ഇറങ്ങിയതിന്റെ ക്ലിപ്പ് മുറിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം നിങ്ങൾ. അതിനുള്ള സഹിഷ്ണുത കാണിക്കുന്നതിന് പകരം സുഹൃത്തുക്കളെ, ഇത് മാന്യതയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വെച്ചോ. നിങ്ങൾക്ക് നാളെ അവസരമുണ്ട്, മറ്റൊന്ന് അവസരമുണ്ട്. ഇതിലേറെ വലിയ പന്തൽ കെട്ടി നിങ്ങൾക്ക് ഈ പരിപാടി തുടരാം. ഗണ്ണന പ്രസംഗം അതിന്റെ ഒരു മറുസൈഡിൽ നടക്കട്ടെ, 10 റൗണ്ട് നടക്കട്ടെ എന്ന് അന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ ദിവസത്തേക്ക് നിങ്ങളെ ഈ വിനീതൻ മുഖാമുഖത്തിലെ ചോദ്യങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കൂക്കിയ സുഹൃത്തുക്കൾ വളരെ മാന്യമായി ആലോചിക്കുക. ഇവിടെ എന്തൊക്കെ നിങ്ങൾ കൂക്കിയതും ബഹളം വെച്ചതും ഒക്കെ ബാക്കിയാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. യാ ഖുതുബാഹിൽ ഇസ്സമാ വല്ലർളി ഗൗസഹുമാ എന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയോട് മഴ ചോദിക്കുന്ന, അരുവി സൃഷ്ടിച്ചത് അദ്ദേഹമാണെന്ന് പഠിപ്പിക്കുന്ന വരി അത് കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്താണോ അപ്പുറത്താണോ? അബൂലഹബ് വരെ വിശ്വസിച്ചതെന്താ? അബൂലഹബ് വരെ വിശ്വസിച്ചത് സൃഷ്ടികർത്താവ് റബ്ബ് മാത്രമാണ് എന്നാണ്. തഫ്സീറുകൾ അന്ന് ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിരുന്നു, വളരെ വിശദമായി സംസാരിച്ചിരുന്നു. മാത്രമല്ല, വൻസൽനാ മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയതാരാ? അള്ളയാണ് എന്ന് പഠിപ്പിച്ച തത്വം, ആ തത്വയുടെ വളരെ കൃത്യമായി മുന്നിലിരിക്കുന്നു. പിന്നീട് ബാക്കിയുള്ളത് എന്താണ്? മൂസ അലൈഹിസ്സലാമ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വന്ന ആ സഹായതേട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തഫ്സീർ ഉദ്ധരിക്കാനുണ്ടോ എന്നാണ്. അത് തഫ്സീർ ഉദ്ധരിച്ചേ സ്ഥാപിതമാവുകയുള്ളൂ. അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. ഇടി എന്ന കാരണം, അടി എന്ന കാരണം അതുണ്ട്. അത് കാര്യകാരണ ബന്ധിതമാണ് എന്നത് തഫ്സീർ കൊണ്ട് തെളിയുകയുള്ളൂ, അല്ലാതെ തെളിയുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനായ ഫൈസൽ മുസ്ലിയാരി ഈ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത്. ഇനി എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ ഇത് ഭൗതികം അഭൗതികം ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ഏത് നിലക്ക് വന്നതാ? എങ്ങനെ വിശദീകരിക്കപ്പെട്ടതാ? അള്ളാഹുവോടെ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാര് സ്റ്റേജിൽ നിന്ന് ചോദിക്കും, അപ്പൊ മുസ്ലിയാരെ, നിങ്ങൾ രാമനെ തേങ്ങയിടാൻ വിളിക്കുന്നില്ലേ? രാമന് തേങ്ങയിടാൻ വിളിക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു, മുസ്ലിയാരെ, രാമന് തേങ്ങയിടാൻ വിളിക്കുന്നത് റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല. റബ്ബിനോട് ചോദിക്കേണ്ടത് എന്താണ്? മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആകാശത്തുനിന്ന് മഴ പെയ്യിക്കൽ, ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിക്കൽ, അരുവിയൊഴുക്കൽ, ഗർഭാശയ ഭിത്തിയിൽ കുഞ്ഞു രൂപാന്തരം പ്രാപിക്കൽ, ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കൽ, ഇതൊന്നും ലോകത്തെ ഒരു സൃഷ്ടിയുടെയും കഴിവിൽപ്പെട്ടതല്ല, ഒരു സൃഷ്ടിയുടെയും അവരുടെ യോഗ്യതയിൽപ്പെട്ടതല്ല. ആ കാര്യം റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി ഉപയോഗിച്ച ഈ 2 വാക്കുകൾ അത് മൂസ അലൈഹിസ്സലാമയുടെ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണിച്ചു തരണമെന്ന് പറയുന്നത് ഈ സമസ്തയിലെ പണ്ഡിതന്മാര് കേരളത്തിൽ ഈ പുത്തൻവാദം കൊണ്ടെന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഈ 2 വാക്കുകൾ അത് എന്നിടത്ത് അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. മൂസ അലൈഹിസ്സലാമ ഇടിച്ചത്, അദ്ദേഹം ചെന്നത്, അവിടെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. മൂസ അലൈഹിസ്സലാമക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം സാധാരണക്കാരോട് ഞാൻ പറയാണ്,
അജണ്ട ഉണ്ടാക്കി വന്ന ഒരിക്കലും എന്റെ സുഹൃത്തുക്കൾ വിഷമിക്കരുത് ഞാൻ പറയണില്ല. ഇവിടെ നടന്നൊരു കാര്യം പറയണേ. ഞങ്ങൾ ചെയ്തത് ആദ്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. മുസ്ലിയാരുടെ ചോദ്യത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. സുഹൃത്ത് ഷുക്കൂറിന് വേണ്ടി ആരിവിടെ സുഹൃത്തുക്കളെ ഗ്രൗണ്ട് സപ്പോർട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇതേപോലെ സീൻ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ ചെയ്ത അതേ പണി നിങ്ങൾ ചെയ്യാ. അതാണ് മാന്യത, അതാണ് മാന്യത. ആ മാന്യതയ്ക്ക് വിരുദ്ധമായി 10-700 ആളുകളുള്ള ഈ സദസ്സിൽ ഒരു 10-20 സുഹൃത്തുക്കളാണല്ലോ അതിന് വിരുദ്ധമായി ഇടപെട്ടിട്ടുള്ളത്. ഞാൻ പറയണത് ആക്ഷേപമായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട. വല്ലാഹി അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പറയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇഹ്ദിന സിറാത്ത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചോളി. എന്നിട്ട് നിങ്ങൾ ഉസ്താദ് വരട്ടെ, ഈ ക്ലിപ്പ് മുറിച്ചെടുത്തെ, വോയിസ് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ, അദ്ദേഹം അതിന്റെ ഭാഗം വിശദീകരിക്കട്ടെ. പക്ഷേ ഇവിടെ ഫൈസൽ മൗലവി എന്റെ സുഹൃത്ത് അമീറിന്റെ ചോദ്യത്തിനുള്ള മറുപടിക്കിടയിൽ പറഞ്ഞല്ലോ, MT ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ എന്റെ വിശദമായ ഖണ്ഡന പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. മഴ ചോദിക്കുക ആരോട്? മുഹീദ്ദീൻ ഷേഖിനോട്. അതേപോലെ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുക ആരോട്? മുഹീദ്ദീൻ ഷേഖിനോട്. ഇത് പഠിപ്പിച്ചതാരാ? എന്റെ സുഹൃത്ത് അമീർ അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇടയിലേക്ക് ഒരു ടീം വരും, അവര് തൂനക്കും മിനൽ ഹദീസി, അവർ ചില ഹദീസുകൾ കൊണ്ടുവരും. മാലം തസ്മഉ അൻതും വല ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേൾക്കാത്തതാണ്. കേട്ടിട്ടുണ്ടോ കാര്യപറമ്പുകാര്? വാശിയും വെക്കാനൊക്കെ ഇവിടെ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് രാത്രി ഇവിടെ നമ്മളൊരാൾ മരിച്ചാല് നാളെ പിന്നെ SSF ഇല്ല, ISM ഇല്ല, MSM ഇല്ല, KNM ഇല്ല, SKSSF ഒന്നുമില്ല. പിന്നെ ഓനും ഓന്റെ ഖബറുണ്ടാകും. ഓനെങ്ങനെ ചെരിഞ്ഞു കിടക്കും. ആ ചെരിഞ്ഞു കിടക്കുന്ന ലോകത്തെ സംബന്ധിച്ച് അസ്വസ്ഥത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം. അതിൽ അസ്വസ്ഥത ഇല്ലാത്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല, ഒരിക്കത് മനസ്സിലാവില്ല. അവരോട് ഞാൻ ചോദിക്കാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് അള്ളാഹു അല്ലാത്തവരോട് പറയാം. അത് നിങ്ങൾ പ്രാർത്ഥന എന്ന് പേരിട്ടോളിയും, സഹായതേട്ടെന്ന് പേരിട്ടോളിയും, എന്ത് പേരിട്ടോളിയും, അത് ചെയ്യാമെന്ന് സമസ്തന്റെ ഉലമാക്കളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അമീദ് വൈസ് പറഞ്ഞത്? നിങ്ങൾ ഞാൻ കാണിക്കണ ഒരു ക്ലിപ്പ് കാണാനുള്ള ക്ഷമ കാണിക്കണം. ഈ ബഹളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ബഹളം ഉണ്ടാക്കണ എന്തിനു വേണ്ടി അറിയോ? ഒരു കൂലിയും കിട്ടാത്ത പണിക്കാ. ഞങ്ങൾക്ക് തെളിയിച്ചരാം. ഒരു കൂലിയും കിട്ടാത്ത പണിക്ക് മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ വിധി എന്താ? അമീദ് വൈസ് പറയണത്? അമീദ് വൈസ് പറയാണ് അതിന്റെ വിധി അത് അനുവദനീയമാണ്. അപ്പൊ ചോദ്യകർത്താവ് അമീർ മുസ്ലിയാരെ പോലെ കുറച്ചും കൂടിയും പ്രായമുള്ള വേറൊരു മുസ്ലിയാർ ചോദിക്കുക, എന്താ ചോദ്യം? ഉസ്താദെ ഒരു കൂലിയും കിട്ടൂലേ? ഒരു കൂലിയും കിട്ടൂല എന്നാ പറയുന്നത്. എന്നിട്ട് വിശദീകരണം പറയണത് എന്താ? അത് കൂടുതൽ ഫലപ്രദമാണെന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ ആ ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിക്കട്ടെ. വിഷയം ഇവിടെ നിലനിൽക്കെ തന്നെ ആ ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. ആ സുഹൃത്ത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരും. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചോ. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പൊ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്ന അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. ഇതിന് പുണ്യം കിട്ടൂല. എന്തിന്? ഇവിടെ തെളിയിക്കാണ്. ഇപ്പൊ ഭൗതികോ അഭൗതികോ ഒക്കെ പറഞ്ഞ് ഫൈസൽ മൗലവിയുടെ പറഞ്ഞ വിഷയം വളരെ ക്ലിയർ ആണ്. ആ വിഷയത്തിൽ തഫ്സീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MT ദാരിമി ഇവിടെ വരും. അദ്ദേഹം അമീറിന്റെ ഭാഗം ന്യായീകരിച്ച് വളരെ വിശദമായി ഇൻഷാ അല്ലാഹ് കാര്യപറമ്പിൽ ഒരു പരിപാടി നടക്കും. അതവിടെ ഇരിക്കുന്നു. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഹളൊക്കെ ഉണ്ടല്ലോ, എന്തിനാ? ഇത് തെളിയിക്കാൻ വേണ്ടിയാണല്ലോ. ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രം തെളിയുന്ന ഈ വിഷയം തെളിയിക്കാനാണല്ലോ. തെളിയിച്ചിട്ട് ഒരാൾ കാര്യപറമ്പെന്ന് വണ്ടി വിളിച്ചു പോകുന്നു എങ്ങട്ട്? മമ്പർത്തേക്ക്. ആ പണിക്ക് കൂലിണ്ടോ? കൂലിയില്ല. അത് അനുവദനീയമായ ഒരു കാര്യമാണ്. അനുവദനീയ എന്താ? എന്റെ മൊബൈൽ ഫോൺ ഇത് ഉപയോഗിക്കൽ അനുവദനീയ, S4 ഉപയോഗിക്കൽ അനുവദനീയ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കലോ അനുവദനീയ. ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയുണ്ടോ? ഒരു കൂലിയില്ല. അപ്പൊ ഒരു കൂലിയും കിട്ടാത്ത പണിക്കല്ലേ പോണെന്ന് വെച്ചപ്പോ ഉസ്താദിന്റെ മറുപടി എന്താ അറിയോ?
ഉസ്താദിന്റെ മറുപടിക്ക് കിടക്കുന്നതിന് മുമ്പ് അമീറിന്റെ ഹദീസ് ഞാൻ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു കൂലിയും കിട്ടാത്ത വിഷയം തെളിയിക്കാനാണ് മാലം തസ്മഉ അൻതും വലാ ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും കേൾക്കാത്ത വാദം. എന്താ? ആകാശത്തുനിന്ന് മഴയിറക്കുന്നവൻ മൊഹീദ്ദീൻ ശൈഖാണ്. അതേപോലെ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മൊഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാം, തേടാം, സഹായം ചോദിക്കാം എന്ന വാദമൊക്കെ കൊണ്ടുവരുന്നത്, ഈ ബഹളുണ്ടാക്കുന്നത്, നമ്മൾ ഗണ്ണന പ്രസംഗം നടത്തുന്നത്, എഴുത്തുകുത്ത് കൈമാറുന്നത് ഒരു കൂലിയും കിട്ടാത്ത പണിക്ക്. ഒരാൾ ഇവിടുന്ന് മമ്പറത്തേക്ക് പോയി 2 കട, ഒരു സുന്നിന്റെ കട, ഒരു മുജാഹിദിന്റെ കട. മുജാഹിദിന്റെ കടയിൽ ഉള്ള ആള് കട തുറന്നവിടെ ഇരുന്നു, ജമാഅത്തിന്റെ അടുത്ത് പള്ളിയിൽ പോയി, അങ്ങനെയൊക്കെ ചെയ്തു. മറ്റേ ആൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് മമ്പറത്തേക്ക് പോയാൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. പെട്രോളിന്റെ പൈസ പോയി. അപ്പോഴാ കുട്ടിന്റെ സംശയം, ഒരു കാര്യം കിട്ടാത്തൊരു പണിക്ക് പോകണം. അപ്പൊ മൂപ്പര് പറയണത് അത് ഫലപ്രദമാണ്. എന്നിട്ട് ഫലപ്രദത്തിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം കൂടി നിങ്ങൾ കേൾക്കുക. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം. അവിടേക്ക് വരണം. ഒന്നും കൂടി ഉറപ്പിച്ചു പറയാം, പുണ്യം കിട്ടൂല. യാ ശൈഖ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ച് ആ പണിക്ക് പോയാൽ പുണ്യം കിട്ടൂല. ഞങ്ങൾ പറയുന്നു സുഹൃത്തുക്കളെ, അത് ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞല്ല, അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. ഒരു നബിയെങ്കിലും യാ അല്ലാ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഞങ്ങളെ വാദാണ്. അതല്ല, യാ അല്ലാ എന്നല്ലാതെ വിളിച്ചൊരു നബി എവിടെ? ഒരു വലിയ പോലും യാ അല്ലാ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നു, യാ അല്ലാ എന്നല്ലാതെ വിളിച്ചൊരു വലിയ എവിടെ? ഒരു രക്തസാക്ഷി എവിടെ? ഒരു മഹാത്മാവ് എവിടെ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ന്യായം എന്താ? അത് ഫലപ്രദമാണ് എന്നാ. ആ ഫലപ്രദമാണ് എന്നുള്ളത് അദ്ദേഹം ഒന്ന് പറയട്ടെ. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം. അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഇതിലിപ്പോ അള്ള ബെൻസാണോ അതോ KSRTC ആണോ? ആരും ചിരിക്കരുത്. ഞങ്ങളെ കളിയാക്കാൻ പറയണല്ലോ, ഒറ്റ മുജാഹിദ് സുഹൃത്തും ചിരിക്കരുത്. എനിക്കത് ഈ വിഷയം 25 സുഹൃത്തുക്കളോട് അസ്വസ്ഥത പ്രകടിപ്പിച്ചല്ലോ. ഓരോടുള്ള വർത്താന അള്ളാഹിനെ സാക്ഷി നിർത്തി ഞാൻ പറയണേ. വേറെ ഏതുകൊണ്ട് വേറൊന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങൾ 2 എറിഞ്ഞ് നമ്മൾ കൊള്ളും. അതൊക്കെ എത്രയോ അനുഭവിച്ചാണ് നമ്മള്. ഒന്നും പ്രശ്നമല്ല. അങ്ങനെ സുഹൃത്തെ ഡയലോഗ് അടിക്കൊന്നും വേണ്ട. ഈ സദസ്സും ഈ സീനൊക്കെ നാളെ പരലോകത്ത് വരുന്നുള്ള പരലോക വിശ്വാസങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു ക്ഷമിച്ച് കേൾക്കണം. ഇവിടെ മുഖാമുഖങ്ങളും നടത്തിയല്ലോ, ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, KSRT എന്താ അതിന്റെ തെളിവ്? മഹാത്മാക്കളിലൂടെ പോയ വേഗം കിട്ടും. മാലയുടെ തെളിവ് വേറൊന്നുമില്ല. യുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതുത്തീരം നൽകും ഞാനെന്നവർ എന്നതല്ലാത്ത എന്ത് തെളിവുള്ള? ഒരു തെളിവില്ല. അതുകൊണ്ട് ഇവിടെ ഫൈസൽ മൗലവി സംസാരിച്ച, അമീർ സംസാരിച്ച വിഷയങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് കൂവിയും ബഹളം വെച്ചും തള്ളിക്കയറിയുമല്ല തെളിയിക്കേണ്ടത്. വിളിച്ചോണ്ടിരി MT ഉസ്താദിനെ. MT ഉസ്താദ് മറ്റന്നാ സ്റ്റേജ് കെട്ടട്ടെ, അതിന്റെ അടുത്ത ദിവസം ഞങ്ങളും വരും. പന്തല് കെട്ടാൻ ഞങ്ങളെടുത്തോണ്ട് പൈസ, മഴ കോരിച്ചെറിയട്ടെ. ഈ ജാതി ബഹളമൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് നമ്മൾ വിഷയം പറയാം. MT ഉസ്താദ് വരുമ്പോ ഇത് മാത്രം വിശദീകരിച്ചാൽ മതിയാവില്ല. ഞാനിവിടെ കുറെ കാര്യങ്ങൾ സെനത് ചോദിച്ചിരുന്നു. അതിന്റെ സെനതൊക്കെ MT ഉസ്താദ് പറയും. ഞങ്ങളിവിടെ ഇന്ന് തുടക്കം മുതൽ ഉദ്ധരിച്ച ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഉണ്ട്, അതൊക്കെ മൂപ്പര് പറയും. അള്ളാഹുവിനെ വിളിച്ചാൽ മൊഹീദ്ദീൻ ശൈഖും, മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അള്ളയാണ് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞ വിഷയമുണ്ട്. അതിന്റെ ഉത്തരം അദ്ദേഹം പറയും. ഓരോന്നും പറയും, കൃത്യമായി വിശദീകരിക്കും. വിശദീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ചെയ്യല്ല ഞങ്ങൾ ചെയ്യുക. അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൃത്യമായി രണ്ടാമത്തെ ഒരു ചാൻസ് ഉണ്ട്. ഒന്ന് MT ഉസ്താദിന്റെ ചാൻസ്, 2 സംവാദത്തിന്റെ ചാൻസ്. സംവാദത്തിന്റെ ചാൻസ്. സദസ്സെല്ലാവരും ഇവിടെ ഇരിക്കുക. മുജാഹിദ് സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാൻ ഇനി അവസരം തരും, എന്നിട്ട് തന്നെ നിർത്തുള്ളൂ.
നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തന്നിട്ട് ആ 4 ആൾ എങ്ങനെ ബഹളം വെച്ച ഒന്നുകൂടെ സംഭവിക്കില്ല നിങ്ങൾക്ക് തോന്നുകയാണ്. അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇവിടെ ഒന്നും ഈ നിൽക്കുന്ന ആളുകളെ ക്ഷമ കൊണ്ടും അതേപോലെ തന്നെ അവരുടെ വിനയം കൊണ്ടാണ് സുഹൃത്തുക്കളെ അവിടെ ആ റൗണ്ടിൽ നിൽക്കണ 10 ആളിലെ ഒച്ച ഉണ്ടാക്കണത്. ഇല്ലെങ്കിൽ ഉണ്ടാക്കൂല. നിങ്ങൾ കൃത്യമായിട്ട് പറയാം. വലിയ ഒച്ച ഉണ്ടാക്കുന്ന ആ സുഹൃത്തിനെ എനിക്ക് ശരിക്കും ഇവിടുന്ന് കാണുന്നുണ്ട്. അയാളെ ക്യാമറയിൽ ആളവിടെ കൃത്യമായിട്ട് പകർത്തുന്നുണ്ട്. ഒരു സംശയമല്ല, ഒരു സംശയം. കൂവിയാൽ ഇവിടുന്ന് ഞാൻ കൂവിയാൽ എല്ലാവരും ഉറക്ക കൂവ. അതൊന്നും ഇതിന്റെ മാർഗമല്ല. അതുകൊണ്ടൊന്നും പരിഹാരമാവില്ല. ഇതൊക്കെ സാധാരണക്കാർ നിഷ്പക്ഷമതികൾ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ 10 ആളല്ലാതെ വേറെ ആരെങ്കിലും വാളുണ്ടാക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ സംവാദത്തിനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് സംവാദത്തിനുള്ള ചാൻസ് ഉണ്ട്. മംഗലാപുരത്തെ വ്യവസ്ഥയുണ്ട് നമ്മുടെ മുന്നിൽ. ഡേറ്റ് ഇനി നിശ്ചയിക്കാൻ ബാക്കിയുള്ളൂ. ഡേറ്റ് നിശ്ചയിച്ച് നമുക്ക് കൃത്യമായി ഈ വിഷയം നമ്മൾ മംഗലാപുരത്ത് എങ്ങനെ നടത്തിയോ അതേപോലെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംവാദ വിധേയമാക്കാം. ഒരു പ്രശ്നമല്ല. കൃത്യമായി ആ ചാൻസ് ആവർത്തിച്ച് ഞങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഒരു ചോദ്യത്തിന്റെയും കൂടി അവസരം ഉണ്ടാകുമെന്ന് തോന്നുന്നു. സമയം ഏകദേശം നമുക്കാകാണ്. അദ്ദേഹത്തിന് ആ മൈക്കൊന്ന് കൊടുക്കും. ആ കൈയിട്ടോണ്ടൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ ചോദിക്കും.